ഓക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് മൊഡ്യൂൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാം ആയിരിക്കും. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ഇതിൽ ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്: തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഓസിലേഷൻ, വേവ്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് കോർഡിനേറ്റ്? തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോർഡിനേറ്റ് അല്ലാത്തത് ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബാക്കി നിങ്ങൾക്ക് അറിയുന്ന ടേംസ് തന്നെയാണ്. ഗ്യാസ് കോൺസ്റ്റന്റ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഉറപ്പാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത തെർമോഡൈനാമിക്സിൽ. സോ ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കേട്ടോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ഉണ്ട്, വെറും ക്യാരക്ടറൈസ്ഡ് ഗ്യാസ് കോൺസ്റ്റന്റും ഉണ്ട്. അത് യൂണിറ്റ് മാസിലാ പറയാന്നുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇറ്റ് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് കോർഡിനേറ്റ്. കറക്റ്റ് അല്ലേ? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കാം. 2 cylinders, ശ്രദ്ധിച്ച് വായിക്കും കേട്ടോ. 2 cylinders A and B fitted with pistons contains equal amount of an ideal diatomic gas at 300 Kelvin. The piston of A is free to move while that of B is held fixed. The same amount of heat is given to the gas in each cylinder. If the rise in temperature of the gas in A is 30 Kelvin, then the rise in temperature of the gas in B is, okay, option A 30 Kelvin, B 18 Kelvin, C 50 Kelvin and D 42 Kelvin. Okay, ഇത് കെൽവിനിൽ പറഞ്ഞാൽ സെൽഷ്യസിൽ പറഞ്ഞാൽ സെയിം ആട്ടോ, റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഐഡിയ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ഹീറ്റിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാവണം. സ്പെസിഫിക് ഹീറ്റാണ് ശരിക്കും ഇതിൽ പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ 2 സ്പെസിഫിക് ഹീറ്റ് ഉണ്ടാവും. സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ അതിൽ നമ്മൾ ശരിക്കും അത് മനസ്സിലായ കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്ക് വേഗം മനസ്സിലാവും എന്താ മീൻ ചെയ്തതെന്ന്. ഞാൻ പറയാം. അതായത് നിങ്ങൾക്കൊരു ഗ്യാസ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ CP CV ഒക്കെ ഉണ്ടല്ലോ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് മാസ് അല്ലെങ്കിൽ യൂണിറ്റ് മോൾ സബ്സ്റ്റൻസിനെ, മാസ് മോളാർ അല്ലെങ്കിൽ മറ്റൊരു സാധാ സ്പെസിഫിക് ഹീറ്റ്, ഒരു യൂണിറ്റ് മാസ് അല്ലെങ്കിൽ മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ് ചെയ്യാൻ വേണ്ട ഹീറ്റിൻ്റെ എമൗണ്ട് ആണെന്ത്? സ്പെസിഫിക് ഹീറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്യാസ് തന്ന് ആ ഗ്യാസിൻ്റെ സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഗ്യാസിൻ്റെ 1 മോൾ എടുക്കും. എക്സാമ്പിൾ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 മോൾ. ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസിനെ എടുത്തിട്ട് ഞാനൊരു കണ്ടെയ്നറിൽ ഫിൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഹീറ്റ് സപ്ലൈ ചെയ്തു. ഇതിൻ്റെ അടുത്ത് തെർമോമീറ്റർ ഉണ്ട്. തെർമോമീറ്ററിനകത്തേക്ക് ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ തെർമോമീറ്ററിൽ ആദ്യം കാണിച്ച 30 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഹീറ്റ് കൊടുത്തപ്പോൾ 31 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 31 ഡിഗ്രി ആവാൻ നിങ്ങൾ എത്ര ഹീറ്റ് കൊടുത്തിട്ടുണ്ടോ അതാണ് ആ ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. ഐഡിയ മനസ്സിലായോ? ഇപ്പോൾ ഗ്യാസസിൻ്റെ കേസിൽ ഈ സ്പെസിഫിക് ഹീറ്റ് 2 ടൈപ്പ് ഉണ്ട്. 2 എണ്ണല്ല, ശരിക്കും നമ്മൾ ലാർജ് നമ്പർ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഉണ്ട് ഗ്യാസിന്. കാരണം ഗ്യാസ് ഇൻകംപ്രസിബിളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സിൽ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും അഡയബാറ്റിക്കിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ 0 ആണ്. സോ യു ദ വാല്യൂസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഈസ് റേഞ്ചസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. 0 മുതൽ ഇൻഫിനിറ്റി വരെ ആ വാല്യൂ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഐസോതെർമൽ അഡയബാറ്റിക് അല്ലേ പറഞ്ഞത്. ഇനി നമുക്ക് 2 പ്രോസസ്സല്ലേ ഉള്ളത്, കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം. നോക്ക്, ഒരു ഗ്യാസിനെ കോൺസ്റ്റന്റ് പ്രഷറിൽ വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ എമൗണ്ടും കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചാൽ കൊടുക്കുന്ന ഹീറ്റിൻ്റെ എമൗണ്ടും രണ്ടും ഡിഫറൻ്റ് ആണ്. അതായത് ഒരു ഗ്യാസിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഹൈഡ്രജൻ ഗ്യാസ് തന്നെ. ഈ ഹൈഡ്രജൻ ഗ്യാസിന് ഞാൻ കോൺസ്റ്റന്റ് വോളിയത്തിൽ വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കണ്ടെയ്നർ ക്ലോസ് ചെയ്താൽ മതി. കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ തെർമോമീറ്റർ വെച്ചിട്ട് ഇവിടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയം ഐസോകോറിക് പ്രോസസ്സാണ്. സോ അതിന് നിങ്ങൾ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഹീറ്റിൻ്റെ പേരാണെന്ത്? സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയം. ശരിയല്ലേ? നിങ്ങൾ അതേപോലെ തന്നെ ഇതേ ഗ്യാസിനെ ഇതേ കണ്ടെയ്നറിൽ വെച്ചാൽ നിങ്ങൾ ഹീറ്റ് ചെയ്ത് ഉറപ്പായിട്ടും ടെമ്പറേച്ചർ കൂടും, പ്രഷറും കൂടും. ശരിയല്ലേ? ഇത് വോളിയം കോൺസ്റ്റന്റ് ആക്കി നിർത്തിയതാണ്. ഇതിൽ കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വോളിയം ഷുഡ് നോട്ട് ബി കോൺസ്റ്റന്റ്. വോളിയം ഒരിക്കലും കോൺസ്റ്റന്റ് ആകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കണ്ടെയ്നറിൻ്റെ ഒരു വോള് നിങ്ങൾ പിസ്റ്റൺ ആക്കും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഹീറ്റ് ചെയ്ത് നോക്കിയേ. ഹീറ്റ് ചെയ്താൽ ടെമ്പറേച്ചർ പതുക്കെ കൂടും. ആ ടെമ്പറേച്ചർ കൂടും, പ്രഷറും കൂടും. പ്രഷർ കൂടുമ്പോഴേക്ക് ഈ സിലിണ്ടർ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങളെ പ്രഷർ കോൺസ്റ്റന്റ് ആവും. ഐഡിയ മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടുന്നു, പ്രഷർ കൂടാൻ ശ്രമിക്കുന്നു, പക്ഷേ വോളിയം കൂടുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആവും. സോ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ ഉറപ്പായിട്ടും വോളിയം മാറും പറഞ്ഞാൽ ദർ ഷുഡ് ബി വർക്ക്. കറക്റ്റ് അല്ലേ? അതായത് ദിസ് ഇസ് കോൾഡ് CP. ഇത് CP ആണ്, ഇത് CV ആണ്. ഐഡിയ മനസ്സിലായോ? ഇത് മനസ്സിലായവന് ഈ ക്വസ്റ്റ്യൻ വേഗം മനസ്സിലാവും. കാരണം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതാണ്. നോക്ക്, നിങ്ങൾ അതിൽ 2 സിലിണ്ടർ ഉണ്ട്, Aയും Bയും. അതിൽ രണ്ടിലും ഫിറ്റഡ് വിത്ത് പിസ്റ്റൺസ് കണ്ടെയ്നിങ് ഈക്വൽ എമൗണ്ട് ഓഫ് ഐഡിയൽ ഗ്യാസ്, ഡയാറ്റോമിക് ഗ്യാസ്. ഓക്കെ,
at 300 Kelvin. Okay. The pistons of A is free to move. Aന്റെ piston മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മൂവ് ചെയ്യാൻ പറ്റും. While piston of B is fixed. Okay, so this is constant volume and this is constant pressure. അതായത് A ആണ് കോൺസ്റ്റന്റ് വോളിയം എന്ന് അർത്ഥം, ശരിയല്ലേ? നമ്മൾ വരച്ചാൽ ഇതാണ് A ഫിക്സഡ്, സോ ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B, ശരിയല്ലേ? നോക്ക് ശരിയല്ലേ, ചെക്ക് ചെയ്യുക. ഇതാ കോൺസ്റ്റന്റ് പിസ്റ്റൺ A ഈസ് ഫ്രീ ടു മൂവ്. പിസ്റ്റൺ A ഈസ് ഫ്രീ ടു മൂവ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സി പി ആണ്. ഇറ്റ് ക്യാൻ മൂവ്. എ മൂവ് ചെയ്യാൻ പറ്റും, ബിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് സി വി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേർക്കും സെയിം ഓക്കെ എന്താ കൊടുത്തിരിക്കുന്നത്? സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് രണ്ടുപേർക്കും സെയിം കൊടുത്തു. എടാ ഹീറ്റിന്റെ ഇക്വേഷൻ എന്താടാ? ഹീറ്റ് ക്യൂ ഈക്വൽ ടു എൻ സി ഡെൽറ്റ ടി, ശരിയല്ലേ? എൻ സി ഡെൽറ്റ ടി. എടാ ഞാൻ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾ എടുത്തു, അത്രേ ഉള്ളൂ. ക്യൂ ഞാൻ രണ്ടിൻ്റെയും ക്യൂ സെയിം ആക്കി എടുത്ത് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ കാണണം. നോക്ക് നമ്പർ ഓഫ് മോൾ രണ്ടിനും സെയിമാ. എടാ ക്യൂ സെയിം ആണെങ്കിൽ ഉറപ്പായും സി ഡെൽറ്റ ടി സെയിം ആയിക്കൂലേ? സോ ഇക്വേറ്റ് സി ഡെൽറ്റ ടി. സംഭവം കഴിഞ്ഞു. രണ്ടിൻ്റെയും സി ഡെൽറ്റ ടി ഇക്വേറ്റ് ചെയ്യുക, തുടങ്ങിക്കോ. സി ഡെൽറ്റ ടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൻ്റെത് സി പി ആട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സോ എൻ്റെത് സി പി ആണെങ്കിൽ നമുക്ക് നോക്കാം. എ സി പി ആണ് കേട്ടോ. സോ എ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ബി കോൺസ്റ്റന്റ് വോളിയം. സോ രണ്ടിൻ്റെയും എന്ത് ഇക്വേറ്റ് ചെയ്യുക? എന്താ ഇക്വേറ്റ് ചെയ്യണ്ടേ? സി ഡെൽറ്റ ടി. സി ഡെൽറ്റ ടി ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സി ഡെൽറ്റ ടി. സോ സി ഡെൽറ്റ ടി ഫോർ കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു സി ഡെൽറ്റ ടി ഫോർ കോൺസ്റ്റന്റ് വോളിയം, ശരിയല്ലേ? സി ഡെൽറ്റ ടി. സോ ഇറ്റ് ബിക്കം സി പി ഡെൽറ്റ ടി. ഓക്കെ, സി പി ഡെൽറ്റ ടി ഓഫ് ഇത് എ അല്ലേ? എ ഈക്വൽ ടു സി വി ഡെൽറ്റ ടി ഓഫ് ബി, ശരിയല്ലേ? ഇതാണ് ആൻസർ. ഇതിൽ നിന്ന് എന്താ തന്നിരിക്കുന്നത്? എൻ്റെ ഡെൽറ്റ ടി ഏതിൻ്റെ ഒന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഏതിൻ്റെ ഡെൽറ്റ ടി തന്ന്? ഇഫ് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് എ. ഓക്കെ, എൻ്റെ ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, ശരിയല്ലേ? എൻ്റെ ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. എൻ്റെ ഡെൽറ്റ ടി എത്രയാ? അത് എത്രയാണ്? എത്ര വാല്യൂ? 30. ഓക്കെ, എൻ്റെ ഡെൽറ്റ ടി 30 ആട്ടോ. സോ സി വിനെ പുറത്തെടുക്ക്. സി പി ബൈ സി വി ഇൻറ്റു ഡെൽറ്റ ടി എ ഈക്വൽ ടു ഡെൽറ്റ ടി ബി. ഇതാണ് ആൻസർ. സംഭവം അത്രയേ ഉള്ളൂ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ കേട്ടോ. സംഭവം അത്ര ചെയ്യാണ്ടാവുള്ളൂ. സി പി ബൈ സി പി എന്താ? ഗാമയല്ലേ? ഗാമയുടെ വാല്യൂ എത്രയാ? ഡയാറ്റോമിക്കിന് ഗാമയുടെ വാല്യൂ എത്രയാ? സംശയം ഉണ്ട്, എഴുതിക്കോ. ഗാമ ഈക്വൽ ടു 1 + 2 ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡയാറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? 5. സോ 5 + 2 7/5. സോ 7/5 ആണ് ഗാമ ഇൻറ്റു ഡെൽറ്റ ടി. എത്രടാ ഡെൽറ്റ ടി? 30 ആയിരുന്നു. 30. സോ 30 50 ക്യാൻസൽ ചെയ്യും. 30 5 ക്യാൻസൽ ചെയ്യും. 6. സോ ആൻസർ ഈസ് 42 Kelvin. ക്ലിയർ? സോ 42 ഇല്ലേ നോക്കി. So 42 Kelvin. Option D is the correct answer. Clear? Okay. So moving to the next question. Question number 3. Question number 3. A system is taken from state A to state B along two different paths, 1 and 2. The heat absorbed and the work done by the system along this path are Q1, Q2 and W1, W2 respectively. Then, okay. അതായത് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ക്ലിയർ? ഇത് നോക്കണേ, നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും വേറെ വേറെയാണ്. അപ്പോൾ ഇതിൽ സൈൻ കൺവെൻഷൻ വ്യത്യാസമുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആൻസർ മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കെമിസ്ട്രി വരുമ്പോൾ പ്ലസ് വരും. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് പോസിറ്റീവാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് മാറുമേ. നിങ്ങൾ കെമിസ്ട്രി വെച്ചിട്ടല്ല നമ്മൾ ഫിസിക്സ് വെച്ചിട്ട് സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നത്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് 1ഉം പാത്ത് 2നും ഡെൽറ്റ യു സെയിം ആയിരിക്കുമല്ലോ. ബിക്കോസ് ഡെൽറ്റ യു ഇസ് എ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. ദിസ് ഇസ് സ്റ്റേറ്റ് വേരിയബിൾ. സർ ദിസ് ഇസ് സ്റ്റേറ്റ് വേരിയബിൾ, ദിസ് ഇസ് പാത്ത് വേരിയബിൾ, ദിസ് ഇസ് പാത്ത് വേരിയബിൾ. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പാത്ത് വേരിയബിൾ ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ ഈസ് കോൾഡ് ആസ് ഇന്റേണൽ എനർജി. കറക്റ്റ്? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഓക്കെ, ഇനി പറഞ്ഞോ. ഡെൽറ്റ യു രണ്ടിനും സെയിം ആയിരിക്കൂലേ? അപ്പം എന്താ വരിക? ക്യൂ മൈനസ് ഡബ്ല്യു ഈസ് സെയിം. രണ്ടിൻ്റെയും ക്യൂ മൈനസ് ഡബ്ല്യു പറഞ്ഞാൽ മതി. ഫസ്റ്റിൻ്റെ എത്രയാ? Q1, Q2. സോ Q1 മൈനസ് W1 ഈക്വൽ ടു Q2 മൈനസ് W2. സോ ദിസ് ഈസ് Q1 മൈനസ് W1 ഈക്വൽ ടു Q2 മൈനസ് W2. ക്ലിയർ? സോ വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാത്ത് ഫംഗ്ഷൻ? പാത്ത് ഫംഗ്ഷൻ അല്ലാത്തത്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലേ നോട്ട് എ പ്രോപ്പർട്ടി. എക്സാമ്പിൾ വർക്കും ഹീറ്റും ആണ് പാത്ത് ഫംഗ്ഷൻസ്. ക്ലിയർ അല്ലേ? നോക്ക്. ഡെൽറ്റ ക്യൂ ഹീറ്റ് പാത്തോ. ഡെൽറ്റ ക്യൂ പ്ലസ് ഡബ്ല്യു
ഡെൽറ്റ ഡബ്ല്യു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. എടാ ഇതെന്താ സാധനം? ഡെൽറ്റ യു ആ. ഡെൽറ്റ യു എന്താ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ക്യൂ മൈനസ് ഡബ്ല്യു ചെയ്താൽ അതെന്താ? പാത്ത് ഫംഗ്ഷൻ അല്ല, അത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, സ്റ്റേറ്റ് വേരിയബിളാണ്. അവിടെ മനസ്സിലായോ? സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ക്ലിയർ? സോ ക്യൂ മൈനസ് ഡബ്ല്യു എന്താ? പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഇസ്, അതായത് ഞങ്ങളോട് പറഞ്ഞതേ, ഇതേ സാധനം നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോഴത്തേക്കും ആൻസർ വരിക, കാരണം പ്ലസ്സാ. അതുകൊണ്ട് സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കണം കേട്ടോ. റീസൽ സൈൻ കൺവെൻഷൻ അതാണ്. Delta is equal to Q minus W. So D, it is not a path function. It is a state variable. Okay. Option D is the correct answer. Fine. So moving to next question. Okay. An ideal gas is taken through the cycle A to B, and then B to C, then C to A, as shown in figure. If the heat supplied to the gas in the cycle is 5 joule, the work done by the gas in the process C to A is. Okay. Option A minus 5 joule, option B minus 10 joule, option C minus 15 joule, option D minus 20 joule. Okay. അത് മൈനസേ വരുള്ളൂ. ആൻസർ നോക്ക്, മൈനസേ വരുള്ളൂ. കാരണം എന്താ അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, സി ടു എയിലേക്ക് പോകുമ്പോഴേ, സിന്ന് എയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വോളിയം കുറയുക ചെയ്യുന്നത്. ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് മാറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ. സോ ഇതിൽ 1 to 10. ഓക്കെ, എ ബി സി. ഓക്കെ, ഇത് വോളിയം കേട്ടോ. അവിടെ ഗ്രാഫിൻ്റെ ഇവിടെ വോളിയാണ്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, എ ബി സി, എന്ന് ബിയിലേക്ക് ഇതിങ്ങനെ. ഓക്കെ, ഇവിടെ ഈ രണ്ട് വാല്യൂ നോക്കട്ടോ. ഇത് 1 ആണ്, ഇത് 2 ആണ്, മീറ്റർ ക്യൂബ് ആണ്. ഇവിടെ വാല്യൂ തന്നിട്ടില്ല, ഇവിടെ 10 തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇത് പി വി ഡയഗ്രാം കേട്ടോ. സോറി, വി പി ഡയഗ്രാം. സോ ദിസ് ഇസ് വി ആൻഡ് ദിസ് ഇസ് പി. സോ അപ്പോൾ നിങ്ങൾ പി വി ഡയഗ്രാം എന്ന് വിചാരിച്ചിട്ട് വോളിയം താഴത്തിൽ എടുക്കരുത്. വോളിയം എടുക്കണമെങ്കിൽ ഈ സൈഡിൽ എടുക്കണം. സോ ഇൻ വിച്ച് പ്രോസസ് വർക്ക് ഡൺ ഈ 0? ഏത് പ്രോസസ്സിലാണ് വർക്ക് ഡൺ 0? കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം ഏതാ? സി ബി ടു സി ആ കോൺസ്റ്റന്റ് വോളിയം. ഡ്യൂറിങ് ദീസ് പ്രോസസ് വർക്ക് ബിക്കം 0. ക്ലിയർ? അതായത് ഇത് സൈക്ലിക് പ്രോസസ് ആണ്. ഡെൽറ്റ യു എന്താ? ഡെൽറ്റ യു എന്താ സൈക്ലിക് പ്രോസസ്സിൽ? സൈക്ലിക് പ്രോസസ്സിൽ എല്ലാ പ്രോപ്പർട്ടിയിലെ ചേഞ്ചും 0 വരിക. അപ്പോൾ ഡെൽറ്റ യു 0 ആണെങ്കിൽ ക്യൂ ടോട്ടൽ ക്യൂ ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ്. ഇതാണ് കണ്ടീഷൻ. ശരിയല്ലേ? ടോട്ടൽ ഹീറ്റ് തന്നിട്ടുണ്ട്, 5 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി 5 ജൂൾ എന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ഹീറ്റ് സപ്ലൈഡ് ടു ദി ഗ്യാസ് ഇൻ ദി സൈക്കിൾ ഈസ് 5 ജൂൾ. 5 ജൂൾ ആണ് വർക്ക് ഹീറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഉറപ്പിച്ചത് 5 ആണ്. ഇനി നിങ്ങൾ മൊത്തം വർക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, തുടങ്ങല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എ ടു ബിയിലെ വർക്ക്. എ ടു ബിയിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏരിയ എടുത്താൽ പോരെ. പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് വർക്ക്. ശ്രദ്ധിക്കണം, പി വി ഡയഗ്രം തന്നാൽ, വി പി ഡയഗ്രം തന്നാൽ ഏരിയ ഷുഡ് ബി ടുവാർഡ്സ് വോളിയം സൈഡ്. വോളിയം സൈഡിലേക്ക് എടുക്കാൻ പാടുള്ളൂ ഏരിയ, എന്ന് വെച്ചാൽ ഇതിനെ താഴെയുള്ള ഏരിയ എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എ ടു ബിയിലുള്ള പ്രോസസ്സ്. വർക്ക് ഡൺ ഇൻ എ ടു ബി പ്ലസ് വർക്ക് ഡൺ ഇൻ സി ടു എ. കാരണം എന്താ ഞാൻ വർക്ക് ഡൺ ബി ടു സി എടുക്കാത്ത? സാർ ഇത് 0 കോൺസ്റ്റന്റ് വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ അവർ വർക്ക് ഡൺ ഇൻ സി ടു എ ചോദിച്ചു. വർക്ക് ഡൺ ഇൻ എ ടു ബി കാണണമെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഈ ട്രയാങ്കിളിൻ്റെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറയും. റെക്റ്റാങ്കിളിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് 1, ഈ ഡിസ്റ്റൻസ് 10. അപ്പോൾ 10 വരും. 10 plus work done in CA equal to 5. Then work done in CA equal to 5 minus 10. So it should equal to minus 5 joule. Clear? So answer is minus 5 joule. Ada ശരിയല്ലടാ? Correct? Okay. Then moving to the next question. Other option ഏതാ അതിൻ്റെ ആൻസർ? The minus 5 joule. Okay. So moving to the next question. Question number 6. വായിക്ക്. 3 samples of the same gas A, B, C, gamma 3/2 എന്ന് പറയുന്നുണ്ട്. gamma 3/2 എന്ന് പറഞ്ഞാൽ ഏതാ സാധനം? gamma 1.5. gamma 3/2 എന്ന് പറഞ്ഞാൽ 1 plus 2/f അല്ലേ? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഗാമ അല്ലേ പറഞ്ഞത്? 6 എടുത്താൽ 6 പ്ലസ് 5 പ്ലസ് ഗാമ 1.5. അത് ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സാക്ട് വാല്യൂ അല്ല, 1.5 അല്ലേ? ട്രയാറ്റമിക്കിന് 1.4 വരെ പോകുള്ളൂ. കറക്റ്റാ. 1.4 ഡയാറ്റമിക്കിന് 1.4 വരും. അത് 3/2. അത് എക്സാക്ട് വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ത്രീ സാമ്പിൾസ് ഓഫ് സെയിം ഗ്യാസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗാമയുടെ വാല്യൂ 3/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ വോളിയം ഇനീഷ്യലി. അതിൻ്റെ വോളിയം ഈക്വൽ ആണ്. നൗ ദ വോളിയം ഓഫ് ദ ഈച്ച് സാമ്പിൾ ഈസ് ഡബിൾഡ്. സാമ്പിളിൻ്റെ വോളിയം ഡബിൾ ചെയ്തു. ഓക്കെ, ഫോർ എ ദ പ്രോസസ് ഈസ് അഡയബാറ്റിക്, ഫോർ ബി ഇറ്റ് ഈസ് ഐസോബാറിക്, ഫോർ സി ദ പ്രോസസ് ഈസ് ഐസോതെർമൽ. ഇഫ് ദ ഫൈനൽ പ്രഷർ ആർ ഈക്വൽ for all the 3 samples, the ratio of the initial pressure is option A 2:1 √2,
ഓപ്ഷൻ ബി 2:2:1, 2 root 2:1:2, സി root 2:1:2, ഓപ്ഷൻ ഡി root 2:2:1. ഓക്കെ, അപ്പോഴേ 3 ഗ്യാസ് ഉണ്ട്, അല്ല 3 സാമ്പിൾ ഉണ്ട്, ഒരേ ഗ്യാസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഗാമയുടെ വാല്യൂ 3/2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇനീഷ്യലി അത് ഒറിജിനൽ വോളിയത്തിൽ നിന്ന് രണ്ടിൻ്റെയും വോളിയൊക്കെ സെയിമാണ്, എല്ലാത്തിനെയും 3 സാമ്പിളിൻ്റെയും വോളിയം സെയിമാണ്. അത് നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്, വോളിയം ഡബിൾ ആവുക ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ആ വോളിയം ഡബിൾ ആകുന്ന പ്രോസസ്സ് 3 പ്രോസസ്സാണ്. ഓക്കെ, അതായത് സംഭവം ഇനീഷ്യൽ the volume of the sample is for process is adiabatic. Okay, final pressure equal ആണ്. ഓക്കെ, ഫൈനൽ പ്രഷർ ഈക്വൽ ആണ് കേട്ടോ. വോളിയം ഇനീഷ്യൽ വോളിയം രണ്ട് പേരുടെയും വോളിയം വി ആണെന്ന് വിചാരിക്കും, 2 അല്ല 3ൻ്റെ വോളിയം വി ആണെന്ന് വിചാരിക്കും. ഇത് ജസ്റ്റ് വരച്ചൊക്കെ മനസ്സിലാവും. ഇത് പി വി ഡയഗ്രം ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ പറ, 3 പേരുടെയും വോളിയം സെയിം ആണ് എന്ന് വെച്ചാൽ വി ആണ് അവരുടെ വോളിയം എന്ന് വിചാരിക്കും ഇനീഷ്യൽ. ആ വോളിയത്തിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ ഒരേ പോയിന്റിലല്ല, എല്ലാവരുടെയും പ്രഷർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവരുടെ എല്ലാവരുടെയും പ്രഷർ ഡിഫറെൻ്റ്. അതാണ് ക്വസ്റ്റ്യൻ, പ്രഷർ ഡിഫറെൻ്റാ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, ഇവരുടെ 3 പേരും ചെയ്യുന്നത് വോളിയം ഡബിൾ ആവുക. അതിനർത്ഥം ഈ ലൈൻ അവസാനിക്കണം. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, അവരുടെ 3 പേരുടെയും ഫൈനൽ വോളിയം സെയിമാ. അങ്ങനെയാണെങ്കിൽ അവർക്ക് 3 പ്രോസസ്സാണ് അവർ പറയുന്നത്. എടാ 3 പ്രോസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഐസോതെർമൽ ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോബാറിക്. ഏതൊക്കെ ABC ഓർഡർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓർഡർ ഏതൊക്കെയാ? എ അഡയബാറ്റിക്, ബി ഐസോബാറിക്, സി ഐസോതെർമൽ. ഓക്കെ, ശരി. അത് മിക്സ് ചെയ്തിട്ടാണ് ഒത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇത് അവിടെ നിന്ന് തുടങ്ങി കഴിച്ചോ. ഇപ്പോൾ ഐസോബാറിക് ആണെങ്കിൽ നോക്കിട്ടോ, ഐസോബാറിക് ആണെങ്കിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഐസോബാറിക്. ഐസോതെർമൽ ആണെങ്കിൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. വെയിറ്റ് ഒരു മിനിറ്റ്. ഇതില്ലേ എല്ലാവരുടെയും ഇനീഷ്യൽ പോയിന്റ് സെയിം അല്ല, ഫൈനൽ പോയിന്റ് സെയിം. അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ, തുടങ്ങും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ഇവിടെ എൻഡ് ചെയ്യണമെങ്കിൽ ഐസോബാറിക് ഉറപ്പായിട്ട് ഇങ്ങനെ വരുള്ളൂ. ശരിയല്ലേ? കാരണം ഫൈനൽ പ്രഷർ സെയിം. ഫൈനൽ പ്രഷർ പി എന്ന് വിളിച്ചോ. ഇത് ഐസോബാറിക്കിൻ്റെ ഇനീഷ്യൽ പ്രഷർ പി. ഓക്കെ, ഞാൻ ABC ഞാൻ മാർക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പി എന്ന് മാർക്ക് ചെയ്യണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐസോതെർമൽ, ഇത് അഡയബാറ്റിക്. ഇതെങ്ങനെ മനസ്സിലായി? എടാ ഐസോതെർമലിന് അഡയബാറ്റിക്കിനെക്കാണ്ട് സ്ലോപ്പ് കുറവാണ്, ഐസോബാറിക് ഹൊറിസോണ്ടലാണ്. ഇതാണ്. ഇനി ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്തില്ല. നോക്ക് എന്തൊക്കെയാണ് കണ്ടീഷൻ പറയും. 1, കണ്ടീഷൻ നമ്പർ 1, 3 പേരുടെയും ഇനീഷ്യൽ ഫൈനൽ വോളിയം തമ്മിലുള്ള റിലേഷൻ V 1 2V ആണ്. 2, എല്ലാവരുടെയും ഫൈനൽ പ്രഷർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരുടെയും ഇനീഷ്യൽ പ്രഷർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അഡയബാറ്റിക്കിനെ A എന്ന് വിളിച്ച്, അപ്പോൾ ഇതിന് PA എന്ന് വിളിക്കാം. ഐസോതെർമലിന് B എന്ന് വിളിച്ച്, അപ്പോൾ ഇത് PB. ഐസോതെർമൽ അല്ല, ഐസോബാറിക് B. ഐസോതെർമൽ C അല്ലേ? നോക്ക്, ഐസോബാറിക് C the process is isothermal. B adiabatic A. Okay, for B it is isobaric. Okay, B isobaric. B isobaric കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഏതാ കൂടുതലെന്ന്. ഒരു സംശയം വേണ്ട. പ്രഷർ ഓഫ് എ, ഈ ഫിഗർ വരയ്ക്കുന്നതിന് മനസ്സിലാവുന്നത് പ്രഷർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് ബി. ചിലപ്പം ഈ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം എന്താ റിലേഷൻ നോക്കാം. നമുക്ക് എക്ക് കൂടുതൽ, എക്ക് ഏറ്റവും കൂടുതൽ ദെൻ സിക്ക്, എക്ക് ഏറ്റവും കൂടുതൽ ദെൻ സിക്ക്, ACB. ഓക്കെ, ACB, എക്ക് ഏറ്റവും കൂടുതൽ ദെൻ സി ദെൻ ബി. ഓക്കെ, റേഷ്യോ ഓഫ് ദ ഇനീഷ്യൽ ABC. അപ്പോൾ അതിൽ എക്ക് ഏറ്റവും കൂടുതൽ വരണം. എക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ എക്ക് ഏറ്റവും കൂടുതലാണ്, ഓപ്ഷൻ ബി എക്ക് ഏറ്റവും കൂടുതലാണ്, ഓപ്ഷൻ സി നോക്കണ്ട, ഓപ്ഷൻ ഡിയും നോക്കണ്ട. അപ്പോൾ ഓപ്ഷൻ എയോ ബിയോ ആണ് കറക്റ്റ് ആൻസർ. ഐഡിയ മനസ്സിലായോടാ? ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എക്ക് കൂടുതൽ, അടുത്ത കഴിഞ്ഞാൽ സിക്കാണ് കൂടുതൽ, സിക്ക് കൂടുതൽ. ഇതിൽ സിക്ക് റൂട്ടും സിക്ക് തന്നെ കൂടുതൽ, ഇത് സിക്ക് തന്നെ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇത് ഈ 2 സാധനം ആൻസർ വരാമെന്നർത്ഥം. നമ്മൾ വെറും വലുതോ ചെറുതോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 2 ആൻസർ വരാം. ഇതിൽ കറക്റ്റ് പറയണം. ഇത് സപ്പോസ് ഒന്നേ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് ചെയ്യേണ്ട അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർഡറിൽ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഇതാ നമുക്ക് റിലേഷനിലേക്ക് വരാം. ഏതൊക്കെ തമ്മിലാണ് ബന്ധമുണ്ട് ശരിക്കും 2 കണ്ടുപിടിച്ചാൽ 3ലേക്ക് പോകണ്ട, നമുക്ക് ഒറ്റ കണ്ടുപിടിക്കാം. എടാ ഈ എനിക്ക് ഐസോബാറിക്കും ഐസോതെർമലും നമ്മൾ ബന്ധം കണ്ടുപിടിക്കാം. എന്നാൽ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ. പറയേ
ഐസോതെർമലും ഐസോബാറിക്കും കേട്ടോ. ഐസോബാറിക്കിന്റെ ഫൈനൽ പ്രഷർ എത്രയാ? പി. ഇനീഷ്യൽ പ്രഷർ എന്താ? പി. സോ പി ബി ഈക്വൽ ടു പി. അത് കഴിഞ്ഞ് ഇനി നിങ്ങളിത് പറഞ്ഞാൽ മതി. അതായത് ഐസോതെർമൽ. എടാ ഐസോതെർമൽ എന്ന് പറഞ്ഞാലേ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ പ്രൊപ്പോർഷണൽ ടു വോളിയാണ്. പ്രഷർ പ്രൊപ്പോർഷണൽ ടു വോളിയാണ്. പ്രഷർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ വോളിയം. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു? അതിന്റെ റിവേഴ്സ് ആർക്ക് സംഭവിക്കും? പ്രഷറിന് സംഭവിക്കും. അതാണ് മീനിങ്. മക്കളെ നിങ്ങൾ സിന്ന് പി ഇങ്ങോട്ട് പോവുകയാണ്, അതായത് ഐസോതെർമൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ വോളിയം ഡബിൾ ആയാലേ പ്രഷർ നേരെ ഹാഫ് ആവും. ഒരു സംശയം വേണ്ട. പ്രഷർ ഫോർ സി ഈസ് ഈക്വൽ ടു പ്രഷർ പ്രഷർ നേരെ ഹാഫ് ആവും. അതായത് ഇനീഷ്യൽ പ്രഷറിന്റെ നേരെ പകുതി. ഓക്കെ, ഫൈനൽ പ്രഷർ അതായത് ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഫൈനൽ പ്രഷർ എന്താ? പി. ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രഷറിന്റെ നേരെ പകുതി. അപ്പോൾ ഇതിന് പി സി എന്ത് കിട്ടും? പി സി ഈസ് ഈക്വൽ ടു 2p. അപ്പോൾ ഒരു കാര്യം കിട്ടി. സിയും ബിയും നമ്മുടെ റേഷ്യോ കിട്ടി 2:1. സിക്ക് ബിനേക്കാൾ 2 ടൈംസ് കൂടുതൽ എന്നല്ലേ അർത്ഥം? 2 ടൈംസ് കൂടുതൽ, സിക്ക് 2 ടൈംസ് കൂടുതൽ. അപ്പോൾ ബിക്ക് കറക്റ്റ്. സോ വിച്ച് ഓപ്ഷൻ സി ഈസ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ട അറേ 1:2 ലാസ്റ്റ് രണ്ടെണ്ണം നമ്മൾ 1:2. സി ഉണ്ടല്ലോ, സി എന്ന് പറഞ്ഞാൽ അതാ സിക്ക് ബിന്റെ 2 ടൈംസ്. ഇത് മാത്രം നോക്കിയാൽ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, അത് മാത്രം അറിയുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവരിത് ആൻസർ ചെയ്യുമ്പോൾ അടുത്ത ഇതാ കിട്ടും. കണ്ടാ അതിനെ മനസ്സിലായോ? അത് അങ്ങനെ ആൻസർ ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മറ്റു വണ്ടി വിചാരിച്ചു. അപ്പോൾ മറ്റു കണ്ടുപിടിക്കണം വിചാരിച്ചു. ഇത് ഐസോതെർമൽ അഡയബാറ്റിക് ഉണ്ടെന്ന് കാണുന്നത് വിചാരിക്കും. സപ്പോസ് അതുകൂടി കാണുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഐസോതെർമൽ അഡയബാറ്റിക്കിന് റിലേഷൻ പറ. അഡയബാറ്റിക്കിന് എന്താ? അഡയബാറ്റിക്കിന് പി വി റേഷ്യോ ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതായത് ഫൈനൽ ഇനീഷ്യൽ പ്രഷർ ബൈ ഫൈനൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം റേസ് ടു ഗാമ ഈസ് 3/2. കറക്റ്റ്. ഐഡിയ മനസ്സിലായോ? പി എ ബൈ പി ഈക്വൽ ടു പി കറസ്പോണ്ടിങ് ടു 2v ബൈ v 2 raised to 3/2. 2 raised to 3/2 means √2 ന്റെ ക്യൂബ്. കറക്റ്റ്. √2 ക്യൂബ് എന്താ? √2 into √2. 2√2. സോ പി എ ഈക്വൽ ടു 2√2p. കണ്ട അപ്പൊ എന്തൊക്കെയാ കിട്ടിയ നിങ്ങൾക്ക്? 2√2p. ബിക്ക് എന്താ? ബിക്ക് പി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടിയാൽ ABC എഴുതിയാൽ എക്ക് 2√2p, ബിക്ക് പി, സിക്ക് 2p. So what is the ratio? 2√2 is to 1:2. So that will be the correct answer. 2√2 is to 1:2. Clear? Okay, then moving to the next question. Okay. So question number 7. A cyclic process is shown in the figure. Work done during the cyclic process A, B, C, D, A is. ഇത് പി വി ഡയഗ്രം അല്ലടാ. പി വി ഡയഗ്രത്തിന് ഏരിയ ചെയ്താൽ മതി. ഏരിയ പറ. അത് നോക്കി പറയാലോ. ഇതിന്റെ ഏരിയ പറ. ഇത് കഷ്ണാക്കിയാൽ അതിന്റെ ഏരിയ പറ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ വിടുത്ത് ഇത് 1 അല്ലേ? 10⁻². ഇത് 1 × 10⁻². അപ്പൊ ഇത് ഗ്യാപ്പ് 10⁻². 10⁻² എന്ന് പറഞ്ഞാൽ 100. 100 × 1. 100 × 1 എന്ന് പറയുമ്പോൾ 100 പ്ലസ്. ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ പറ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ പറയൂ. ½ BH. അത് ശരിക്കും ചെയ്യണ്ട. അത് ഇതിന്റെ പകുതിയല്ല ഉണ്ടാകുക. കാരണം ഇതേ ട്രയാങ്കിളിൽ എവിടെ റെക്ടാങ്കിളിൽ എവിടെ ഉള്ളത് നോക്കുക. ഇതേ റെക്ടാങ്കിളിൽ എവിടെ ഉള്ളത് നോക്ക്. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ. അപ്പൊ എന്താ വരിക? ഇത് 100 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? 50. സോ ആൻസർ ഈസ് 150 ജൂൾ. ഓപ്ഷൻ ബി. ക്ലിയർ? ഓക്കെ, then moving to the next question. Okay, question number 8. An ideal gas at a pressure P and volume V is expanded to volume 2V. Column 1 represents the thermodynamic process during the expansion. Column 2 represents that work done during this process. Okay, during this process. Random order, correct matching the column 1. Okay. അത് നിങ്ങൾ പ്രഷറിന് ഇക്വേഷൻ പഠിച്ചില്ലേ? അത് പറഞ്ഞാൽ മതി. ഓക്കെ, പ്രഷർ അല്ല, വർക്കിന്റെ ഇക്വേഷൻ. വർക്കിന്റെ എല്ലാത്തിന്റെ ഇക്വേഷൻ അറിയില്ലേ? ഐസോബാറിക് വർക്കിന്റെ ഇക്വേഷൻ എന്താ പറയും? വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P∆V. ഓരോ കേസുകളിലും കേട്ടോ. വർക്ക് ഇന്റഗ്രൽ PdVH ചെയ്യും.
അപ്പോൾ ഐസോബാറിക് ആണെങ്കിൽ ഇൻ്റഗ്രൽ പി ഡി വി. വോളിയം ഡബിൾ ചെയ്തല്ലേ, വോളിയം ഡബിൾ ചെയ്താണെങ്കിൽ പി ഇൻറ്റു 2v മൈനസ് വി ബിക്കം പി വി. സോ പി വി. അപ്പോൾ എന്താ വരിക, ഐസോബാറിക് നേരെ പി വിയിൽ വരും. ഓക്കെ, ഐസോതെർമൽ ലോഗാണ്. അത് ശരിക്കും അത് നോക്കി തന്നെ അങ്ങ് പറയാം, അത് ഇത്രയേ ഉള്ളൂ. ഐസോതെർമൽ എന്താ, ഐസോതെർമൽ എന്ന് പറയുന്നത് എന്ത് വരും, P1V1 log to the base, natural logarithm, log V2 by V1. But sir, PV, P initial pressure, volume V, this is 2V by V is 2, so PV log 2. So isothermal ഇത് വരും. ക്ലിയർ. അഡയബാറ്റിക്കോ, അഡയബാറ്റിക് പിന്നെ ഒറ്റൊന്നേ ഉള്ളൂ, കാരണം പിന്നെ അഡയബാറ്റിക് കിട്ടുമല്ലോ. ഇത് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും നോക്കി ആൻസർ പറയാം, അത് മുഴുവൻ ചെയ്യുന്നു വേണ്ട. അഡയബാറ്റിക്കിന് ശരിക്കുള്ള ഇക്വേഷൻ എന്താവും എന്ന് പറഞ്ഞേ, ശരിക്കുള്ള ഇക്വേഷൻ P1V1 minus P2V2 by gamma minus 1. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ. P1V1 minus P2V2 by gamma minus 1. സോ അതിൽ നിന്ന് പ്രഷർ ഇവിടെ പി വിൻ്റെ ഇടമ്പോൾ തന്നെയാണ്. അപ്പോൾ പി അതിനെ പീനെ മാറ്റിയാൽ മതി. ഓക്കെ, P1 വി നിങ്ങൾക്ക് എന്ത് എഴുതാം, വി ഒന്ന് വിയും ഒന്ന് 2V ആ. അതിൽ നിന്ന് വി പുറത്തെടുക്കുക, വി ഇൻറ്റു P1 minus 2P2 by gamma minus 1. ഐഡിയ മനസ്സിലായോ? ഇനി P1 ഉം P2 നമ്മളുടെ ബന്ധം എവിടുന്ന് കിട്ടുക, അത് നമ്മളെ മറ്റേ റിലേഷൻ ചെയ്യും. ഞാനിപ്പോൾ അടുത്ത പേജിലേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. P1V1 raised to gamma equal to P2V2 raised to gamma. ഇത് മോണോട്ടോമിക്കോ ഡയാട്ടോമിക്കോ, ഗാമയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഐഡിയൽ ഗ്യാസ് അണ്ടർ പ്രഷർ അല്ല, ഗാമൻ ഇട്ടാൽ മതി, അവർ ഡയാട്ടമിക് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൽ നിന്ന് P2 by P1 എന്താ, P2 by P1 ഈക്വൽ ടു V1 by V2 റേസ് ടു ഗാമ ഇൻവേഴ്സ്. ശരിയല്ലേ? V1 ഈസ് 1/2 വരും, 1/2 റേസ് ടു ഗാമ. അതായത് P2 ഈക്വൽ ടു P1 ഇൻറ്റു 2 റേസ് ടു മൈനസ് ഗാമ, 2 റേസ് ടു മൈനസ് ഗാമ. ഇതാണ് വരിക. P2നെ P1ൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ എന്താ വരിക, അപ്പോൾ ആ ടേം വരും. ആ ടേം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാ 2 റേസ് ടു 1 മൈനസ് ഗാമ. ആ 2 റേസ് ടു ഗാമയെ മറ്റേ നമ്പറല്ലേ 2, ഈ വാല്യൂ ഇല്ലേ, ഇതിലങ്ങ് പൊട്ടി. ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അതുകൊണ്ട് അങ്ങനെ കളിക്കുന്നത്. P1 ഞങ്ങൾ P എന്ന് എഴുതും, അപ്പോൾ P പുറത്ത് വരും. P2 ഞങ്ങൾ P റേസ് ടു മൈനസ് ഗാമ എന്ന് എഴുതും. അപ്പോൾ എന്താ വരിക, PV പുറത്തെടുത്താൽ മുകളിൽ 1 ഉണ്ടാവും, -2 ഉണ്ടാവും, 2 റേസ് ടു മൈനസ് ഗാമ ഉണ്ടാവും, ഡിവൈഡർ ബൈ ഗാമ മൈനസ് 1. ഇത് പറയടാ 1 മൈനസ് 2 റേസ് ടു 2, അതെന്താ വരിക, 2 റേസ് ടു 1 മൈനസ് ഗാമ, 2 റേസ് ടു 1 മൈനസ് അതാ ഉണ്ടാ, ഇങ്ങനെ വരും. ക്ലിയർ? ഓക്കെ, ഓക്കെ ദെൻ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the temperature of an n moles of an ideal gas is increases from T to 4T through the process for which the pressure P is AT raised to -1, where A is a constant. Then the work done by the gas is option A nRT, option B 4 nRT, option C 2 nRT, option D 6 nRT. Okay, P equal to AT raised to -1 അല്ലേ? ഓക്കെ, P ഈക്വൽ ടു AT റേസ് ടു -1. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇത് വെച്ചിട്ട് വർക്ക് പറയണം അല്ലേ? അപ്പം ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. PV റേസ് ടു N ഇല്ലേ, അത് കോൺസ്റ്റൻ്റ് ഉള്ള പ്രോസസ് നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ് എന്ന് പറയും. ഈ പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ Nൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം Nൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഐസോതെർമൽ എന്ന് പറയും, Nൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഐസോബാറിക് എന്ന് പറയും, അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മളതിനെ ഐസോകോറിക് എന്ന് പറയും. അങ്ങനെ ഓരോ കേസ് പറയും. എനിവേ, ഇതാണ് പോളിട്രോപ്പിക് പ്രോസസ്സ്. ഇത് അഡയബാറ്റിക് പോലെ ആലോചിച്ച് നോക്ക്. അഡയബാറ്റിക്കിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ ഉണ്ടാവും. അഡയബാറ്റിക്കിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ വർക്ക് ഈക്വൽ ടു P1V1 മൈനസ് P2V2 ബൈ ഗാമ -1. ഇവിടെ N-1 വരും, അത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായോ? ഞാൻ ആ എന്നിൻ്റെ ഡേവും പറഞ്ഞത്. നമുക്ക് എന്താ കാണേണ്ടതെന്ന് പറയും, നമുക്ക് എന്താ കാണേണ്ടത്, വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്ക്, എന്നിട്ട് നമ്മൾ ഇതിലെങ്കിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ഐഡിയ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് PV റേസ് ടു N ഈക്വൽ കോൺസ്റ്റന്റ് ഫോർമാറ്റിലേക്ക് ഇത് മാറ്റണം. അതിന് കുഴപ്പമില്ല, PV ഈക്വൽ ടു NRT കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പറയും, അപ്പോൾ ഇതിനെ P ഈക്വൽ ടു AT റേസ് ടു N അല്ലേ? അപ്പോൾ PV ഈക്വൽ ടു എന്താ, PV ഈക്വൽ ടു NRT, PV ഈക്വൽ ടു NRT കുഴപ്പമില്ല. അതിൽ P എന്താ, AT റേസ് ടു -1 കൊടു, AT റേസ് ടു -1 ഇൻറ്റു V ഈക്വൽ ടു NRT
ഒരു ഐഡിയ മനസ്സിലായോ? ഐഡിയ ക്ലിയർ? ഓക്കെ. AT⁻n. ഓക്കെ ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തൊരു VT⁻, ഗാമയുടെ റിലേഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ ഒരു കാര്യം മനസ്സിലാവും. ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ T² ആവൂലേ? അപ്പോൾ എന്ത് വരും? ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ എന്ത് വരും വെച്ചാൽ V ഈക്വൽ ടു പറയും, V ഈക്വൽ ടു A അങ്ങോട്ട് പോയി, N R അങ്ങോട്ട് പോയി, അപ്പോൾ NR/A വരും, T² വരും. അപ്പം NR/ ശരിക്കും ഇതാ ഇക്വേഷൻ വരിക, NR/T² ഡിവൈഡ് ബൈ A. ഓക്കെ, ഇത് ശരിക്കും PT വെച്ചിട്ട് റിലേഷൻ ചെയ്തോട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അഡയാബാറ്റിക്കിൻ്റെ Pയും Dയും തമ്മിലുള്ള ബന്ധം? അപ്പോൾ അത് കുറച്ചുകൂടി ഓർത്തൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് കേട്ടോ. അതായത് അഡയാബാറ്റിക്കിൻ്റെ PT റിലേഷൻ അറിയുന്നവർ ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗാമ കിട്ടും. ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. നമുക്ക് റിലേഷൻ എന്താ? PV⁻Γ = കോൺസ്റ്റൻറ്റ്, PV⁻Γ = കോൺസ്റ്റൻറ്റ്, TV⁻Γ - 1 = കോൺസ്റ്റൻറ്റ്. മറിച്ച് P⁻Γ T⁻Γ - 1 = കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റി. അപ്പോൾ ഇതിൽ നിന്ന് കമ്പയർ ചെയ്താൽ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ എന്താ പറയും? V ഈക്വൽ ടു NRT² ബൈ A. അതിൽ മനസ്സിലാകുന്നത് V പ്രപ്പോർഷണൽ ടു എന്താ? T². നിങ്ങളിതൊരു കമ്പയർ ചെയ്താൽ ഇതൊരു കമ്പയർ ചെയ്യും. എടാ V പ്രപ്പോർഷണൽ ടു T² ഫോർമാറ്റിൽ എഴുതുക. ഇതിൽ നിന്ന് T പ്രപ്പോർഷണൽ ടു എന്താ? T പ്രപ്പോർഷണൽ ടു V⁻, അങ്ങോട്ട് പോട്ടെ, V⁻1 - ഗാമ. ശരിയല്ലേ? അപ്പോൾ V പ്രപ്പോർഷണൽ ടു എന്താ? T⁻1/1 - ഗാമ. ഇനി ഇതൊരു കമ്പയർ ചെയ്യും, V പ്രപ്പോർഷണൽ ടു T². അതിനർത്ഥം എന്താ? പറയും, ഈ 1 - 1/γ വാല്യൂ എന്താണ്? 2. ശരിയല്ലേ? 1/1 - ഗാമയുടെ വാല്യൂ 2 വരും. ശരിയല്ലേ? അപ്പോൾ 1 - ഗാമയുടെ വാല്യൂ എന്താ? 1/2. ഇവിടെ നമ്മൾ PV⁻n ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗാമയ്ക്ക് പോരെ എന്ത് വരും? N വരും. അപ്പോൾ ഞാൻ ജനറലൈസ് ചെയ്ത് പറയാം, 1 - n = 1/2. ഐഡിയ മനസ്സിലായോ? 1 - n എന്താ? 1/2. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നുമില്ല, ഞാൻ P = AT⁻−1 എഴുതി. ഓക്കെ, എന്നിട്ട് PV = NRT വെച്ചിട്ട് ഞാൻ Vയും Tയും തമ്മിലുള്ള ബന്ധം എഴുതി. Vയും Tയും തമ്മിലുള്ള ബന്ധം ഞാൻ TV⁻Γ - 1 കമ്പയർ ചെയ്ത്. അത് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് Vയും Tയും തമ്മിലുള്ള ബന്ധം എന്താ കിട്ടിയത്? V പ്രപ്പോർഷണൽ ടു T². V പ്രപ്പോർഷണൽ ടു T² ആണെങ്കിൽ ഞാൻ ആ ഫോർമാറ്റിലേക്ക് മറ്റേ മാറ്റിയപ്പോൾ V പ്രപ്പോർഷണൽ ടു T⁻1 - 1/γ. അതായത് 1/1 - ഗാമയുടെ വാല്യൂ ആണെന്ത്? 2 എന്ന് കിട്ടി. ഐഡിയ മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ ഇവിടെ ഗാമ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കാരണം നമ്മൾ ഫുൾ ഗാമ ടൈമിലാണ് പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ N പറയാഞ്ഞത്. ഫൈനലി 1 - N വാല്യൂ 1/2 കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ട? വർക്കല്ലേ? വർക്കിന് ഇക്വേഷൻ പറ. വർക്ക് ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ബൈ ഗാമ -1. സോറി, ഇവിടെ ഗാമ അല്ല, N. ഇനി പറഞ്ഞു P1 V1 എന്ന് പറയുമ്പം NRT1 അല്ലേ? ആൻസർ എന്തിൻ്റെ ടേബിളാണ് നോക്കാം ആദ്യം. NRTൻ്റെ ടേബിലാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ദാൻ വർക്ക് ഡൺ ഇൻക്രീസ്. T 40 ടെമ്പറേച്ചർ മാറി കേട്ടോ. ഓക്കെ, സോറി, ടെമ്പറേച്ചർ 40 മാറ്റി. PV NRT1 മൈനസ് NRT2 ബൈ N - 1. കറക്റ്റ്. സോ NRT1 NR പുറത്തേക്ക് NR, T1 എത്രയാ? T തന്നെ, T2 എത്രയാ? 40. എന്താ N - 1? 1 - N 1/2 ആണെങ്കിൽ N - 1 എന്തായിരിക്കും? -1/2. ശരിയല്ലേ? എന്താ T - 40? -3T. മൈനസ് ക്യാൻസൽ. 3 × 2 6 NRT ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്ക്, 6 NRT. കണ്ടോ? ഇവിടെ ഐഡിയ മനസ്സിലായോ? ഇത് ശരിക്കും ഉത്തരമൊന്നും ചെയ്യാണ്ടാവില്ല. എങ്ങനെയാണെന്നറിയോ? എപ്പോഴെന്നറിയോ? ഇത് നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കുന്ന, നിങ്ങൾ എടുക്കുന്ന ഇക്വേഷനില്ലേ, നിങ്ങൾക്ക് മറ്റേ PT റിലേഷനോട് അറിയെങ്കിൽ ഇത് കുറച്ചുകൂടി സിമ്പിളാവും. ഞാൻ PT റിലേഷൻ അറിയാമെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. PT റിലേഷൻ ഞാൻ എന്താ വെച്ചാൽ ഓർത്തൊക്കെ ഇക്വേഷൻ മറന്നുകൊണ്ടാണ് വിചാരിച്ചിട്ടാണ്. നമ്മൾ PV⁻Γ കോൺസ്റ്റൻ്റ് അല്ലേ പഠിച്ച്? എനിക്ക് PT റിലേഷനാണ് വേണ്ടത് കേട്ടോ. PV = NRT. ഓക്കെ, അതിൽ വോളിയത്തിനെ മാറ്റിയാൽ നിങ്ങൾ എനിക്ക് PT റിലേഷൻ കിട്ടണമെങ്കിൽ വോളിയത്തിനൊക്കെ എന്ത് എഴുതാം? NR വിട്ട് T/V. സോ T/V⁻Γ, സോറി, T/P.
ടി ബൈ പി റേസ് ടു ഗാമ കോൺസ്റ്റന്റ്. അപ്പോൾ പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് റിലേഷൻ. ഇത് വെച്ചിട്ട് ഞാൻ വേണേൽ ഇത് ചെയ്ത് കാണിച്ചു തരാം, സെയിം ആൻസർ. അപ്പോൾ എന്ത് വരും വെച്ചാൽ പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതിൽ ഇതേ ഫോർമാറ്റിലേക്ക് നിർത്തും. അപ്പോൾ പി റേസ് ടു 1 മൈനസ് ഗാമ ഈസ്, അല്ലെങ്കിൽ ഗാമ മൈനസ് 1, ഇത് തിരിച്ചിട്ടാൽ മതി. ഗാമ മൈനസ് 1 ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു ഗാമ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പി പ്രൊപ്പോർഷണൽ ടു വാട്ട്? പി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1. ഗാമ ബൈ ഗാമ മൈനസ് 1ൻ്റെ വാല്യൂ എത്രയാണ് നോക്ക്. ഗാമ ബൈ ഗാമ മൈനസ് 1ൻ്റെ വാല്യൂ -1 കൊടു. ഇതിന് -1 കൊടുത്താൽ ഗാമയല്ല അവിടെ എൻ ആട്ടോ, ഞാൻ അവിടെ ഗാമ എന്ന് എഴുതുന്നുള്ളൂ. എൻ ബൈ എൻ മൈനസ് 1ൻ്റെ വാല്യൂ ആണെന്ന് -1. ശരിയല്ലേ? ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും വെച്ചാൽ എൻ മൈനസ് എൻ പ്ലസ് 1. ശരിയല്ലേ? അപ്പോൾ 2n ഈക്വൽ ടു 2n ഈക്വൽ ടു 1, സോറി n ഈക്വൽ ടു 1/2 വരും. ശരിയല്ലേ? n ഈക്വൽ ടു 1/2 എന്ന് വരും. എന്നിൻ്റെ വാല്യൂ 1/2 ആണെങ്കിൽ n മൈനസ് 1ൻ്റെ വാല്യൂ എത്രയാണ്? -1/2. ശരിയല്ലേ? ഇത് സോൾവ് ചെയ്ത് വെച്ചോന് അടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ അടുത്ത് ചെയ്യാനുള്ളത്? നമ്മളെ വർക്കിൻ്റെ ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വർക്ക് ഈക്വൽ ടു nr T1 മൈനസ് T2 ബൈ n മൈനസ് 1. പുട്ട് ചെയ്തോ. ഈ n വരാൻ നമ്പർ ഓഫ് മോളിൽ എന്നാട്ടോ, ഇത് മറ്റേ ഈ ഇൻഡെക്സിൽ എന്നാണ്. nr T മൈനസ് 4T ബൈ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു നിങ്ങൾ 1/2. 1/2 മൈനസ് 1. 1/2 മൈനസ് 1 എന്താ? -1/2. അപ്പം മുകളിൽ nr ഇൻറ്റു -3T ബൈ -1/2. സോ 6nRT. സോ ദിസ് ഇസ് ആൻസർ. നമുക്ക് അങ്ങനെ ചെയ്താലേ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ ഓക്കെ. സോ ഓക്കെ, നെക്സ്റ്റ് question number 10. Starting with the same initial condition, an ideal gas expands from volume V1 to V2 in 3 different ways. The work done by the gas is W1 if the process is purely isothermal, W2 if purely isobaric, and W3 is purely adiabatic. Then option A, W2 greater than W1 greater than W3. Option B, W2 greater than W3 greater than W1. Option C, W1 greater than W2 greater than W3. Option D, W1 greater than W3 greater than W2. ഓക്കെ, അതിൽ പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ നേരത്തെ മാറിയ ഇനീഷ്യൽ കണ്ടീഷൻ സെയിം ആട്ടോ. പി ഡയഗ്രാം ഇനീഷ്യൽ കണ്ടീഷൻ സെയിം. എക്സ്പാൻഡ് ഫ്രം വോളിയം V1 to V2. ഞാൻ മാർക്ക് ചെയ്യാം. ഇത് V1, ഇത് V2. എല്ലാവരും തുടങ്ങുന്നത് സെയിം ഇനീഷ്യൽ കണ്ടീഷനാണ്. എന്നിട്ട് 2 ഡിഫറെൻറ്റ് പോകത്തില്ല. ഏതൊക്കെയാണ്? W1 എന്താ? The work done by the gas W1 if the process is purely isothermal. Isothermal ആണെങ്കിൽ ഇത് W1. പിന്നെ W2 if purely isobaric. ഓക്കെ, അപ്പോൾ isobaric ഇത് W2. And W3 is purely adiabatic. W3. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. In P diagram, which area under the curve is more? ഏത് കർവിൻ്റെ അണ്ടറുള്ള ഏരിയ കൂടുതൽ? ഒരു സംശയം വേണ്ട. 2ന് then 1 then 3. 2 1 3. So answer is 2 1 3. 2 1 3. So option A is the correct answer. Clear? Okay. Then moving to next question. Question number 11. An ideal gas with a pressure P, volume V and a temperature T is expanded isothermally to a volume 2V and the final pressure is Pi. The same gas is expanded adiabatically to a volume 2V. The final pressure is Pa. In terms of the ratio of the two specific heat of the gas is gamma, then ratio of Pi to Pa is option A 2 raised to gamma minus 1, option B 2 raised to 1 minus gamma, option C 2 raised to gamma, option D 2 gamma. Okay. നോക്കുക, ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ P ആണ്, വോളിയം V ആണ്, ടെമ്പറേച്ചർ T ആണ്. എക്സ്പാൻഡഡ് ഐസോതെർമലി ടു എ വോളിയം 2V വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത്, എന്നിട്ട് അതിൻ്റെ ഫൈനൽ പ്രഷർ Pi ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെയിം ഗ്യാസ് അതേ കണ്ടീഷനിൽ തന്നെ 2Vയിലേക്ക് എക്സ്പാൻഡ് ചെയ്ത്, പക്ഷേ ഫൈനൽ പ്രഷർ P ആണ്, പക്ഷേ അഡയബാറ്റിക്കലി. അപ്പോൾ ഐസോതെർമലും അഡയബാറ്റിക്കും. ഓക്കെ, ആദ്യത്തെ ഐസോതെർമലിൽ രണ്ടാമത്തെ അഡയബാറ്റിക്. ഐസോതെർമലിന് Piയും
അഡയബാറ്റിക്കിന് പി എയും. ഓക്കെ, ഞാൻ കാണിച്ചിടാം. ഇതാ പ്രഷർ, വോളിയം, ഇത് വി, ഇത് 2V, ഐസോതെർമൽ, അഡയബാറ്റിക്. ഓക്കെ, സോ ദിസ് ഈസ് ഇനീഷ്യൽ പ്രഷർ പി ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെത് പി ഐ. ഓക്കെ, ഇതിൻ്റെത് പി എ അഡയബാറ്റിക്. രണ്ടിൻ്റെയും വോളിയം, ഇത് 2V, ഇത് വി. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ പറഞ്ഞാൽ മതി. ഇതിൽ പി ഐയും പി എയും നമ്മൾ എന്താ വെച്ച്, ഇത് ഐസോതെർമൽ അല്ലേ? ഐസോതെർമൽ ആണെങ്കിൽ വോളിയം ഡബിൾ ചെയ്താൽ പ്രഷർ ഹാഫ് ആവും. അപ്പോൾ പി ഐ എത്രയാണ്? പി ഐ ഈസ് ഈക്വൽ ടു P/2. അഡയബാറ്റിക്കിൻ്റെ റിലേഷൻ 2 വരും. അതായത് P അഡയബാറ്റിക് ബൈ പി വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ്. വോളിയത്തിന് തിരിച്ച് വി 2V ബൈ വി റേസ് ടു ഗാമ. ക്ലിയർ? സോ പി എ ബിക്കം 2 റേസ് ടു ഗാമ ടൈംസ് പി. ഐഡിയ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, 2 റേസ് ടു ഗാമ ടൈംസ് വരും. ഗ്രേറ്റർ ദാൻ 1.2. ഓക്കെ, പി എ ബൈ പി ഈസ് ഈക്വൽ ടു പി എ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഫൈനൽ. അപ്പോൾ വി അല്ല വരിക ഇവിടെ, 2V അല്ല, അത് വി അല്ല വരിക. പി എന്ന് പറയുമ്പോൾ ഇനീഷ്യലാണ്. ഇനീഷ്യൽ വോളിയം ഇതാ വരിക. സോ 2V അല്ല വി. സോ ഇറ്റ് ബിക്കം വി ബൈ 2V. പി എ അല്ലേ 2V, കറക്റ്റ്. അപ്പോൾ 1/2 വരും. 1/2 റേസ് ടു ഗാമ പി. ഇനി ആൻസർ പറയും. പി എ ബൈ പി. പി എ ബൈ പി ഇ പി ഐ ബൈ അയ്യാ ചോദിച്ചത് എന്താ? പി ഐ ബൈ പി എ. ഓക്കെ, പി ഐ ബൈ പി എ ഈക്വൽ ടു പി ഐ എന്താ? P/2. P/2 ബൈ P/2 റേസ് ടു ഗാമ. സോ ഇറ്റ് ബിക്കം 2 റേസ് ടു ഗാമ ബൈ 2. ശരിയല്ലേ? സോ ഇറ്റ് ബിക്കം 2 റേസ് ടു ഗാമ ബൈ 2 ഈസ് 2 റേസ് ടു ഗാമ മൈനസ് 1. 2 റേസ് ടു ഗാമ മൈനസ് 1 ഉണ്ടോ നോക്ക്. 2 റേസ് ടു ഗാമ മൈനസ് 1. ക്ലിയർ? ആ ശ്രദ്ധിക്കണേ, പ്ലസ് ഓർ മൈനസ് ശ്രദ്ധിക്കണേ. ഞാൻ ആ ചെയ്ത മെത്തേഡ് കറക്റ്റാണ് നോക്കിയാൽ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 12. The thermodynamic process in which no work is done or by the gas. ഐസോകോറിക്കിലല്ലേ വർക്ക് ചെയ്യാതെ? ശരിയല്ലേ? വർക്ക് ഡൺ 0 ഏതാ? ഐസോകോറിക്. Question number 13. An engineer claims to have made an engine delivering 10 kilowatt power with a fuel consumption of 1 gram per second. The calorific value of the fuel is 2 kilocalorie per gram. The claim of the engineer is A is valid, B is invalid, C depends upon engine design, option D depends upon load. Okay. എത്ര പവർ ഡെലിവർ ചെയ്യുന്ന പവർ എത്രയാണ്? പവർ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 10 കിലോവാട്ട്. എടാ, പവർ കിട്ടണമെങ്കിൽ എഞ്ചിന് എവിടുന്ന് എനർജി കിട്ടണേ? അത് എവിടുന്ന കിട്ടണേ? എഞ്ചിന്, നമ്മുടെ സാധാരണ എഞ്ചിന് എവിടുന്ന് എനർജി കിട്ടണേ? ഫ്യൂവൽ കത്തുമ്പോൾ. ശരിയല്ലേ? ഫ്യൂവൽ കത്തുമ്പോഴേ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ സെക്കൻഡിലും 1 ഗ്രാം ഫ്യൂവൽ കത്തുന്നുണ്ട്. ഓരോ ഗ്രാം ഫ്യൂവൽ കത്തുമ്പോഴും 2 കിലോ കാലറി എനർജി കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഐഡിയ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്ക്, ഒരു സെക്കൻഡിൽ ശരിക്കും എത്ര എനർജി കിട്ടുന്നുണ്ട്? ഒന്നുകൂടി ഞാൻ പറയാം. 1 സെക്കൻഡിൽ 1 ഗ്രാം ഫ്യൂവൽ കത്തുന്നുണ്ട്. 1 ഗ്രാം ഫ്യൂവൽ കത്തുമ്പോൾ 2 കിലോ കാലറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്യൂവലിന് എനർജി കിട്ടുന്നുണ്ട്? ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ പവർ. അപ്പോൾ എന്താ കിട്ടുക? ഒരു സെക്കൻഡിൽ 2 കിലോ കാലറി. ശരിയല്ലേ? 1 കാലറി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 കാലറി എന്ന് പറഞ്ഞാൽ കിലോ അങ്ങനെ നിന്നോട്ടെ. 1 കാലറി എന്താ? 4.18 4.2 എടുത്തു. 4.2 കിലോ ജൂൾ. ശരിയല്ലേ? പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇതെത്ര വരും? 8.4 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്താ? വാട്ട്. ഇത്രയും എനർജി ഇൻപുട്ട് ഉണ്ട്, ഇത്രയും ഔട്ട്പുട്ട് ഉണ്ട്. അതെങ്ങനെ പറ്റും? മാക്സിമം എത്രയാണ്? 8.4 ഉള്ളൂ. 8.4 കിലോ വാട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് 10 കിലോ വാട്ട് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? അത് കുറവല്ലേ ഉള്ള? ഇതിൽ കുറവല്ലേ കിട്ടുള്ളൂ. മാക്സിമം 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ 8.4 ഉണ്ടെങ്കിൽ 8.4 ഔട്ട്പുട്ട് കിട്ടും. ബട്ട് സർ, ദിസ് ഇസ് ഇൻപുട്ട് ഒരു സെക്കൻഡിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് 10 കിലോ വാട്ട് ഔട്ട്പുട്ട് കിട്ടുക? സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് ഇൻവാലിഡ്. ഒന്നും സംശയം വേണ്ട. ഞാൻ പഠിച്ച 8.4 വന്നാൽ യു ക്യാൻ സേ സർ ദിസ് ഇസ് എൻ ഐഡിയൽ എഞ്ചിൻ എന്ന് പറയാം. ബട്ട് ആക്ച്വലി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസുകളിലൊക്കെ ഫ്യൂൽ കത്തുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ.
ഒരിക്കലും 8.4 ഉണ്ടെങ്കിൽ ഇത് 8.4 കിട്ടില്ല, അതിലും താഴെ കിട്ടുമെന്ന് ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ, നെവർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് question number 14. Okay, a heat engine has an efficiency eta. The temperature of source and sink are each decreased by 100 Kelvin. Then the efficiency of the engine is option A increases, decreases, remains constant, become 1. അതിലേ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് രണ്ടും 100 കെൽവിന് കുറച്ചെന്നാണ് പറയുന്നത്. അതിൽ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി എന്നാൽ 1 - T2/T1 ആണ്. അതിൽ ടെമ്പറേച്ചർ പിന്നെ നമുക്ക് എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ കൂട്ടോ സിങ്കിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയോ ചെയ്യണം. ഇവിടെ രണ്ടിനും കുറച്ച് നല്ല പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് ആർ ഈച്ച് ഡിക്രീസ്ഡ് ബൈ 100 കെൽവിൻ. ശരിക്കും ഈ സിങ്കിൻ്റെ എഫക്റ്റാണ് കൂടുതൽ. ഓക്കെ, സിങ്കിൻ്റെ എഫക്റ്റാണ് കൂടുതൽ. അപ്പോൾ സിങ്കിൻ്റെ എഫക്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരേ ടെമ്പറേച്ചർ കൂട്ടുകയും ഒരേ ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കൂട്ടുകയും കുറയ്ക്കുക മീൻസ് 100 കെൽവിന് നിങ്ങൾ സോഴ്സും കൂട്ടാണ്, 100 കെൽവിന് നിങ്ങൾ സിങ്കും കുറയ്ക്കുകയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മോർ എഫക്റ്റീവ് സിങ്കിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തേ സംശയം ഉണ്ടെങ്കിൽ ഒരു വാല്യൂ ഒക്കെ ആലോചിച്ചാൽ നിങ്ങൾ ഞാൻ വെറുതെ സോഴ്സിങ് വാല്യൂ പറയാം. 300 കെൽവിന് സോഴ്സ്, 600 കെൽവിന് സോഴ്സ്, 300 കെൽവിന് സിങ്ക് വെറുതെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എത്രയാണ്? 50%. 1 - 300 നിങ്ങൾ എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ആൻഡ് സിങ്ക് ആർ ഈച്ച് ഡിക്രീസ്ഡ് ബൈ 100 കെൽവിൻ. 100 കെൽവിൻ കുറയ്ക്കി, രണ്ടും കുറയ്ക്കി കേട്ടോ. അപ്പോൾ എഫിഷ്യൻസി പറഞ്ഞാൽ 600 എത്രയും 1 കുറച്ച് എത്രയും 500 ഓക്കെ. 1 - ഇതെത്രയോ 200 ആവും. സോ 200/500 എത്രയാ? 1 - 2/5 എത്രയാ? 1 - 2/5 3/5 ശരിയല്ലേ? 3/5 എടാ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 3/5 ആണോ 1/5 ആണോ കൂടുതൽ? ഉറപ്പായിട്ടും 3/5 അല്ലേ എഫിഷ്യൻസി കൂടി ചെയ്ത്. അതെന്താ സംഭവിച്ചു വെച്ചാൽ സിങ്കിൻ്റെ ശരിക്കും കുറച്ച എഫിഷ്യൻസി കുറയുന്നുണ്ട്. സിങ്കിൻ്റെ കുറച്ച് സിങ്കല്ല സോഴ്സിനത് കുറച്ച കുറയാൻ വേണ്ട. പക്ഷെ സോഴ്സിൻ്റെ കുറയ്ക്കുന്ന കൂടെ എന്തിനും കുറയ്ക്കുന്നുണ്ട്, സിങ്കിൻ്റെ കുറയ്ക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതേ സാധനം തിരിച്ച് ചെയ്യാം. ദ ബോത്ത് ആർ ഇൻക്രീസ്ഡ് ബൈ 100 കെൽവിൻ. നമ്മൾ ചെയ്ത് നോക്കാം. രണ്ടും 100 കെൽവിൻ കൂട്ടുകയാണെങ്കിൽ അപ്പോൾ എന്താ ആൻസർ വരും ഒന്ന് പറയും. രണ്ടും 100 കെൽവിൻ കൂട്ടുകയാണെങ്കിൽ മോൾ എത്ര വരും? 1 - പറയും 600 എന്താവും? 700 ആവും ശരിയല്ലേ? ഡിവൈഡർ ബൈ 300 എത്രയാവും? 700 അല്ല, മോൾ തിരിച്ചാൽ വരിക. ഓക്കെ, 300 എത്രയാവും? 400 ആയി. 700 എത്രയായി? 600 എത്രയായി? 700 സോറി 700. അപ്പോൾ എന്താ ആൻസർ വരിക? 1 - പറയും 1 - 4/7 എന്ന് വെച്ചാൽ 3/7 ശരിയല്ലേ? ഇനി പറ 3/5ഉം 1/7 ശരിയല്ലേ? ശരി 1/5 3/3 സോറി 3/7 ആണ് മുമ്പ് കിട്ടിയത്. 3/7 ഇത് നേരത്തെ ഒന്നും ചെയ്യാത്ത സമയത്തുള്ള എഫിഷ്യൻസി എത്രയായിരുന്നു? 50%. 1/2 കേട്ടോ. സോറി 1/2 1/5 അല്ല 1/2. നമ്മൾ 1/5 0.5 ഉദ്ദേശിച്ച് ഞാൻ എഴുതിയ 1/5 ആയിപ്പോയി കേട്ടോ. 1/2 1/2 ആണെങ്കിൽ 3/5 തന്നെ വലുത് കേട്ടോ. എന്താ പറയും 3 എത്രയും നമ്മൾ 1/2 ശരിയല്ലേ നമ്മളെ എഫിഷ്യൻസി. അപ്പോൾ എന്താ വരിക? 3 × 2 6 7. അപ്പോൾ ഇതാ കൂടുതൽ കണ്ട. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനത് അങ്ങോട്ട് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് സോഴ്സും സിങ്കും നിങ്ങളിങ്ങനെ ഓപ്ഷൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഇത് കമ്പയർ ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് അറിയില്ലേ ഏതാ വലുതെന്ന്? ഞാൻ ആ വലുത് ഏതാ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇപ്പം 3/5 ആണോ ഒന്നിൻ്റെത് കിട്ടിയത്, മറ്റേ 1/2 ആണെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിച്ച് ഫ്രാക്ഷൻ ഉണ്ടാക്കൊന്നും വേണ്ട. ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 2 എന്താ 6, 5 × 1 എന്താ 5. ഏതാ വലുത്? ഇത്. അപ്പോൾ അതാണ് എഫിഷ്യൻസി കൂടുതൽ. ക്ലിയർ? ഇനി പറയും. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ 600ഉം 300ഉം തന്നിട്ട് നിങ്ങളോട് സിങ്കും സോഴ്സും രണ്ടിൻ്റെയും ടെമ്പറേച്ചർ നിങ്ങൾ ഒരേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇരിക്കുക. അതായത് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ഇതിൻ്റെത് ഞാൻ എഫിഷ്യൻസി ഇവിടെ കൂടുക, സോഴ്സിൻ്റെത് കൂട്ടുക, സിങ്കിൻ്റെത് കുറയ്ക്കുക. സോഴ്സിൻ്റെത് ഒരു എമൗണ്ട് കൂട്ടി അതേ എമൗണ്ട് സിങ്കിൻ്റെ കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിലാണ് സെക്കൻഡ് കേസിലെ എഫിഷ്യൻസി കൂടുതൽ വെച്ചാൽ ഒരു സംശയം വേണ്ട, സിങ്കിൻ്റെ കുറയ്ക്കുമ്പോഴാണ്. സിങ്കിൻ്റെ കുറയ്ക്കുമ്പോൾ വെറുതെ വാലിഡേറ്റ് ചെയ്തോ കണ്ടി. സിങ്കിൻ്റെ കുറയ്ക്കുമ്പോൾ എപ്പോഴും എഫിഷ്യൻസി, സിങ്കിനത് കുറയ്ക്കുമ്പോൾ എപ്പോഴും എഫിഷ്യൻസി വളരെ എഫക്റ്റീവായിട്ട് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ കുറച്ചാലും എഫിഷ്യൻസി എന്താവും? ഇൻക്രീസ് ആവും. സോ the efficiency will be increased by some amount. Clear? Okay, ശരി. നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ.
ഓക്കെ, തിരിച്ച് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, then moving to the question number 15. Heat cannot itself flow from a body at low temperature to the body at a high temperature. Is the statement of or consequence of low temperature to high temperature transfer. അതായത് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലേക്കാണ് സാധാരണ ഈ ട്രാൻസ്ഫർ ചെയ്യുക. റിവേഴ്സ് ചെയ്യണമെങ്കിൽ you have to spend some amount of work. Closure statement ശരിയല്ലേ? Second law of thermodynamics. So this is second law of thermodynamics. Closure statement കേട്ടോ. Question number 16. The upper and lower fixed points of faulty mercury. Okay, question number 16. The upper and lower fixed points of a faulty mercury thermometers are 210 degree farad and 34 degree farad respectively. What temperature read by this thermometer would be correct? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ചാൽ ഈ തെർമോമീറ്ററിൻ്റെ ലോവർ ഫിക്സ്ഡും അപ്പർ ഫിക്സും തന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ ഫാരൻഹീറ്റ് സ്കെയിലായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ടേ അത് രണ്ടും സെയിം റീഡിങ് കാണിക്കുന്ന പോയിന്റ് എന്തായാലും റീഡ് ചെയ്യല്ലോ, ഉറപ്പല്ലേ? ആ റീഡിംഗ് ഉണ്ടോ കറക്റ്റ് അല്ലേ ചോദിച്ചത്, അപ്പോൾ റീഡിംഗ് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇക്വേറ്റി എന്താണ്? നിങ്ങളെ തെർമോമീറ്റർ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? ടി ആണ് വിചാരിക്കും. ടി മൈനസ് അത് ഈ ഒരു ടെമ്പറേച്ചറിൽ, അത് മീൻസ് ഈ പുതിയ തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ 210 34. ഓക്കെ, 210 ഡിവൈഡഡ് ബൈ 210 മൈനസ് 34 ഈക്വൽ ടു ടി മൈനസ് 32 by 212 minus 32. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ? ഓക്കെ, അപ്പോഴേ 210 സോറി, ഇത് ലോവർ ടെമ്പറേച്ചർ 34 ആയിരിക്കില്ല, അപ്പോൾ മുകളിൽ 34 അല്ലേ വരിക? മൈനസ് 34 കേട്ടോ. ലോ ടെമ്പറേച്ചർ 34 അല്ലേ? 210 34. ഓക്കെ ഫൈൻ. ഇപ്പോൾ എങ്ങനെ വരും? ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 210 മൈനസ് 34 എത്ര വരിക? 210 200 210 മൈനസ് 34 6. ഓക്കെ, 166 ശരിയല്ലേ? ഓക്കെ കറക്റ്റ്. ഓക്കെ, 166. ടി മൈനസ് 34 ഡിവൈഡ് ബൈ 166 ഈക്വൽ ടു ടി മൈനസ് 32 ബൈ 212 minus 32 20 180. ക്ലിയർ? ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. 180 ടി മൈനസ് 34 ഇൻറ്റു 180 ഈക്വൽ ടു 166 ടി മൈനസ് 166 ഇൻറ്റു 32. ക്ലിയർ? ഇത് സോൾവ് ചെയ്തോടാ. സോൾവ് ചെയ്താൽ യുൽ ഗെറ്റ് ആൻസർ ഈസ് 122. ഓക്കെ, സോ 122 സോൾവ് ചെയ്താൽ മതി കേട്ടോ. 122 കിട്ടും ഡി. ക്ലിയർ? Okay, then moving to the next question. Question number 17. In phase diagram shown, the point Q corresponding to the triple point of water. Then, okay, phases വന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇത് 1. ഓക്കെ, then this is 2. ഓക്കെ, this is 3. ഈ 3 ഏതൊക്കെയാണ്? അത് നിങ്ങൾക്ക് അറിയുന്ന സാധനമല്ലേ? ഇതെന്താ? ഇത് ഈ പോർഷൻ സോളിഡ്, ഇത് ലിക്വിഡ്, ഓക്കെ, ഇത് വേപ്പർ. ഇത് നോക്കി, ഇതിലുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സോളിഡ്, ലിക്വിഡ്, വേപ്പർ. ഇത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. Question number 18. A small quantity mass m of water at a temperature theta is poured onto a large mass m of ice which is at its melting point. If C is the specific heat of capacity of water and L is the latent heat of fusion of ice,
then the mass of the ice melted in the, is given by option A m into L by mc theta by L, mc theta by ml, mc theta by L. Okay. അല്ല എത്ര മാസം ഈ ഐസ് ഉണ്ട്? അല്ല വെയിറ്റ് എത്ര മാസം ഐസ് മെൽറ്റ് ആവുന്നല്ലേ ചോദിച്ചത്? വാട്ടറിൻ്റെ മാസം എത്രയാ? എം അല്ലേ? ആ എം മാസ് ക്യാപിറ്റൽ എമ്മും നോക്കണേ. ലാർജ് മാസ് എം, എമ്മിൻ്റെ മാസ് ഐസിൻ്റെ മാസമാണ് ക്യാപിറ്റൽ എം കേട്ടോ. ഓക്കെ. മാസ് എം ഓഫ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ തീറ്റ അല്ലേ? തീറ്റ ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്യും? തീറ്റ ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയാൽ അപ്പോൾ ഈ ടി ഇനീഷ്യൽ എത്രയാ? തീറ്റ. ഓക്കെ, ടി ഫൈനൽ എത്രയാ? 0. അങ്ങനെയാണ് ഡെൽറ്റ തീറ്റ എത്രയാ? ഡെൽറ്റ ടി എന്താ? തീറ്റ. സോ ക്യൂ ബിക്കം എം സി ഡെൽറ്റ ടി. സോ എം സി തീറ്റ. ഇതാണ് എവിടുന്ന് കിട്ടുന്ന ഹീറ്റ്? ഈ പിന്നെ വാട്ടറിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ്. ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഐസ് മെൽറ്റ് ആവും. ഐസ് മെൽറ്റ് ആകുമ്പോൾ ഐസ് എം ഡാഷ് എമൗണ്ട് ഐസ് മെൽറ്റ് ആവുന്ന വിചാരിക്കും. സോ ഇൻറ്റു ലാറ്റൻ ഹീറ്റ്. സോ വാട്ട് ഈസ് എ വാല്യൂ ഓഫ് എം ഡാഷ്? എം ഡാഷ് ഇസ് ഈക്വൽ ടു എം സി തീറ്റ ബൈ എൽ. സോ ആൻസർ ഇസ് എം സി തീറ്റ ബൈ എൽ. എം സി തീറ്റ ബൈ എൽ. ഇതാണ് ആൻസർ, ഓപ്ഷൻ ഡി. നോക്ക്, എം സി തീറ്റ ബൈ എൽ ഇവിടെയുണ്ട്. ഇത് തെറ്റാണ്. ബിക്കോസ് ഈ എം മാസ് ഓഫ് ദി ഐസ് അതിവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ എം. കണ്ടോ, അത് തെറ്റിക്കരുത്. എം സി തീറ്റ ബൈ എൽ ആണ് ആൻസർ കേട്ടോ. എത്ര ഐസ് മെൽറ്റ് ആവുന്നുണ്ട് എന്നാണ് ചോദ്യം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എം സി തീറ്റ ബൈ എൽ. ക്ലിയർ? ഓക്കെ. Okay, then moving to the next question. Question number 19. Okay. Equal masses of an ice and water with temperature equally below and above the melting point of ice respectively are mixed with each other. Okay. At equilibrium, 40% of the ice is melted. Then the initial temperature of water was option A 16, option B 32, option C 64, option D 96. ഓക്കെ. എടാ, ഐസിന് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എത്രയാണ്? മെൽറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ഐസ് ഏത് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ആവുക? 0 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഈക്വൽ എമൗണ്ട് വർക്ക്. മുകളിലോട്ട് ടി, താഴോട്ട് മൈനസ് ടി. ഓക്കെ. അപ്പം നിങ്ങളെ എം എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്, എം എമൗണ്ട് ഓഫ് ഐസും ഉണ്ട്. സോ എം എമൗണ്ട് ഓഫ് വാട്ടർ ടി ഡിഗ്രി സെൽഷ്യസ് ഈസ് മിക്സ്ഡ് വിത്ത് എം എമൗണ്ട് ഓഫ് ഐസ് അറ്റ് ടെമ്പറേച്ചർ മൈനസ് ടി. ഓക്കെ. അങ്ങനെ അതിൽ 40% ഓഫ് ഐസ് എന്തായിട്ടുണ്ട്? മെൽറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ടറിന് ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദ്യം. എടാ, ഐഡിയ മനസ്സിലായോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം, നോക്കിയോ. അതായത് നിങ്ങളെ കയ്യിൽ എം എമൗണ്ട് ഓഫ് വാട്ടർ അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് വാട്ടർ. ഓക്കെ. ഇത് ഞങ്ങൾ മിക്സ് ചെയ്യുക. പ്ലസ് എം എമൗണ്ട് ഓഫ് ഐസ് അറ്റ് മൈനസ് ടി ഡിഗ്രി സെൽഷ്യസ് ഐസ് ഉണ്ട്, മിക്സ് ചെയ്യുക. അതിൽ 40% ഐസ് എന്താവുന്നുണ്ട്? മെൽറ്റ് ആവുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ. 40%, ഇതിൻ്റെ 40% ഐസ് എന്തായിട്ടുണ്ട്? മെൽറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പറയും. ആദ്യം എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഐസ്, ഏത് ഐസ്? നമ്മുടെ ഐസിന് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഐസ് ആദ്യം 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായിട്ട് മാറും. ഓക്കെ, പറ. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് ടി ഡിഗ്രി സെൽഷ്യസിൽ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണമെങ്കിൽ എത്ര ഹീറ്റ് വേണം? എം സി ഡെൽറ്റ ടി. എം എന്ന് പറയുമ്പോൾ എം എൻ്റെ മാസ്. സി ഐസിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. സി സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എത്രയാണ്? പഠിച്ചില്ല നിങ്ങൾ? 0.5 കലോറി പെർ ഗ്രാം കേട്ടോ. കലോറി പെർ ഗ്രാം കെൽവിൻ. എം സി ഡെൽറ്റ ടി എത്രയാണ്? മൈനസ് ടി 0 മൈനസ് ടി. ഇപ്പം ഈ ഐസ് മൊത്തം എന്തായി? ഐസ് തന്നെയാണ്. ഈ ഐസ് മൊത്തം ഐസാണ്, പക്ഷെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഈ ഐസിൻ്റെ 40% എന്തായിട്ടുണ്ട്? പിന്നെ മെൽറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. 40% എന്ന് പറഞ്ഞാൽ 0.4. ഓക്കെ. ഇത് മെൽറ്റ് ചെയ്യണമെങ്കിൽ എത്ര മാസ് ഉണ്ട്? എം മാസ് ഉണ്ട്. അതിൻ്റെ 40% ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഐസ് 80. ക്ലിയർ അല്ലേ? ഐഡിയ മനസ്സിലായോ? വിച്ച് ഇസ് ഈക്വൽ ടു എവിടുന്ന ഈ ഹീറ്റ് കിട്ടിയത്? ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് വിചാരിക്കും. ഓക്കെ. ഈ ഹീറ്റയുടെ ഇത്ര ഹീറ്റ് കിട്ടിയ വാട്ടറിന് ഇടുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്ര? ടി ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടർ എവിടെ വരെ പോകാം? 0 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടർ വരെ ആവാം. സോ എം സി ഡെൽറ്റ ടി. എം സി ഓഫ് വാട്ടർ 1 ഡെൽറ്റ ടി ഈസ് ടി മൈനസ് 0. കറക്റ്റ് അല്ലേ? അതിന് ചെയ്തോ. ഇതിൽ അവർ ടി ആണ് ചോദിച്ചത് കേട്ടോ. ടി സോൾവ് ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക്. എം ക്യാൻസൽ എം. ഓക്കെ. 0.5 ടി അങ്ങോട്ട് പോട്ടെ. അപ്പം 0.5 ടി തന്നെ വരും. സോ ഇവിടെ എത്ര വരും? 0.32 വരും. 32 ഈക്വൽ ടു 0.5 ടി. 0.5 ടി. എടാ, ടി മൈനസ് 0.5 ടി എടാ. അപ്പോൾ 0.5 ടി തന്നെ വരും. സോ ടി ഈസ് ഈക്വൽ ടു 32 ഇൻറ്റു 2. സോ 64. സോ ആൻസർ ഇസ് 64.
64 ഉണ്ട് ഓപ്ഷനിൽ. 64. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. Okay, then moving to the next question. Okay. An electric heater rated as 2 kilowatt is used to heat 200 kilogram of water from 10 degrees Celsius to 70 degrees Celsius, assuming heat loss, assuming no heat loss. The time taken is assuming no heat loss. Okay. The time taken. എത്ര ടൈം പിടിക്കുന്നു? എടാ പവർ എന്താ? പവർ എന്ന് പറയുമ്പോൾ എന്താ? വർക്ക് ബൈ ടൈം. ഇവിടെ ഹീറ്റ് ബൈ ടൈം. ഓക്കെ. സോ വാട്ട് ഈസ് ടൈം ടി? സോ എമൗണ്ട് ഓഫ് ക്യൂ ഡിവൈഡ് ബൈ പവർ. എത്ര ഹീറ്റ് വേണം? എടാ എം സി ഡെൽറ്റ ടി. എടാ വാട്ടറിനാ എം സി ഡെൽറ്റ ടി. എം എത്രയാ? 200. സി ഒ വാട്ടർ എത്രയാ? 4.2 അല്ലേ? 1 കാലോറി വാല്യൂ എത്ര? ശരിക്കും നമ്മൾ പഠിക്കുന്നതാണ് 1 കാലോറി പെർ ഗ്രാം കെൽവിൻ, അല്ലെങ്കിൽ 4.2 ജൂൾ പെർ ഗ്രാം കെൽവിൻ, അല്ലെങ്കിൽ 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 4.2 കിലോ ജൂൾ കിലോഗ്രാമിലല്ലേ? 4.2 കിലോ ജൂൾ. സോ 4.2 ഇൻറ്റു 10⁻³ 4200 വരും കേട്ടോ. എം സി ഡെൽറ്റ ടി എത്രയാ? 10 70 ആക്കണം. അപ്പോൾ 80, സോറി 60. 70 minus 10. ഓക്കെ, ഇറ്റ് ബിക്കം 60 ഡിവൈഡഡ് ബൈ പവർ. പവർ എത്രയാ? നേരിട്ട് തന്നുണ്ട് 2 കിലോവാട്ട്. 2 ഇൻറ്റു 10⁻³ 10⁻³ ക്യാൻസൽ. ആൻഡ് 2 10⁻³. 2 ഓക്കെ 200. ദിസ് ക്യാൻസൽ 100. ക്ലിയർ? അപ്പം 100. 4.2 ഇൻറ്റു 6 ചെയ്താൽ മതി. 4.2 ഇൻറ്റു 6 എത്രയാണ് വരിക? കറക്റ്റ് 25.2. So this become 4.2 into 6 20. 25.2 into 10⁻²3 10⁻3. 25.2 into 10⁻³ seconds. Option C is the correct answer. Clear? Okay, then moving to the next question. Question number 21. Mercury boils at 367 degrees Celsius. However, the mercury thermometers are made such that they can measure temperature up to 500 degrees Celsius. This is done by option A, maintaining the vacuum above the mercury column in the stem of the thermometer, filling nitrogen gas at a high pressure above the mercury, filling oxygen gas at high pressure above the mercury, filling nitrogen gas at a low pressure above the mercury. ഇതെന്താ സംഭവം വെച്ചാൽ മെർക്കുറി അവർ ചോദിക്കുന്ന ചോദ്യമാണ്. മെർക്കുറി പിന്നെ 367 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ മെർക്കുറി ബോയിൽ ആവുന്നുണ്ട്. പക്ഷേ മെർക്കുറി തെർമോമീറ്റർ 367 മുകളിലും, അതായത് 500 ഡിഗ്രി സെൽഷ്യസിന് വരെ മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അത് ബോയിൽ ചെയ്യാതെ എങ്ങനെ നിൽക്കുന്നു എന്നാണ് ചോദ്യം. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും കൂടും. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ മെർക്കുറിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടും. ഇവിടെ മെർക്കുറി ഉണ്ട് എന്ന് വിചാരിക്കുക, ഇത് ബോയിൽ ചെയ്യാൻ സമ്മതിക്കില്ല, ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടും. എങ്ങനെ വെച്ചാൽ ഇവിടെ നമ്മൾ ഹൈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഹൈ പ്രഷറിലൊരു ഗ്യാസ് ഫില്ല് ചെയ്യും. ഹൈ പ്രഷറുള്ള ഗ്യാസ് ഫില്ല് ചെയ്താൽ സംഭവിക്കുക വെച്ചാൽ മെർക്കുറിയിലെ ബോയിലിംഗ് പോയിന്റ് കൂടും. മെർക്കുറി ബോയിലിംഗ് പോയിന്റ് പറഞ്ഞാൽ 367 മുന്നോട്ട് കൂടും. അപ്പോൾ 500 മുകളിലൊക്കെ പോകും. അപ്പോൾ മെർക്കുറി ബോയിൽ ആവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അടുത്ത ചോദ്യം, സാർ ഏത് ഗ്യാസ് ഫില്ല് ചെയ്യും? കഴിയുന്നതും ദ ഗ്യാസ് വിച്ച് ഈസ് നോട്ട് റിയാക്ടിങ്, റിയാക്ഷൻ വളരെ കുറഞ്ഞ ഇനേർട്ടായിട്ടുള്ള ഗ്യാസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇനേർട്ടായിട്ടുള്ള ഗ്യാസ് നോക്കിയാൽ ഇവിടെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. നൈട്രജൻ പിന്നെ നോക്കണം, അത് ലോ പ്രഷറാണ്. നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ മോർ ഇനേർട്ട്? ഒരു സംശയം വേണ്ട, നൈട്രജനാണ്. സോ ആൻസർ എന്താ? ഫില്ലിംഗ് നൈട്രജൻ ഗ്യാസ് ഹൈ പ്രഷർ എബോവ് ദി മെർക്കുറി കോളം. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം കൂടി, ഇതിൽ നിങ്ങളിത് വെരി ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 600 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് വിചാരിക്കുക. അപ്പോൾ ഈ മെർക്കുറി കോളം അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരും. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഉള്ള നൈട്രജൻ്റെ വോളിയം എന്താവും? കുറയും. എടാ വോളിയം കുറയുമ്പോൾ പ്രഷർ എന്താവും? വീണ്ടും കൂടും. പ്രഷർ വീണ്ടും കൂടുമ്പോൾ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടിക്കൊണ്ടേ നിൽക്കും. ബോയിലിംഗ് പോയിന്റ് വീണ്ടും കൂടും. അപ്പോൾ ഇത് ബോയിൽ ഇല്ലടാ, വെരി ഹൈ ബോയിലിംഗ് പോയിന്റ്. പക്ഷേ ഈ മെറ്റീരിയലൊക്കെ ഹൈ സ്ട്രെങ്ത് മെറ്റീരിയലും കൂടെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലും അതങ്ങനെ നിൽക്കുള്ളൂ. ഓക്കെ, ഫൈൻ. Okay, then moving to the next question. Question number 22. Two thermometers are constructed in the same way, except that one has a spherical bulb and the other has a cylindrical bulb. Which one will respond quickly to the temperature changes? അത് ഏരിയ കൂടുതൽ എക്സ്പാൻഡ്, അതായത് ഗിവൺ
ഗിവൺ സർഫസിൽ ഏറ്റവും മിനിമം ഏരിയ ഉള്ളത് സ്ഫെറിക്കലാണ്. അതുകൊണ്ടല്ലടാ സ്ഫെറിക്കൽ സർഫസ് നമ്മൾ ഡ്രോപ്ലെറ്റിന് സ്ഫെറിക്കൽ സർഫസ് ഉള്ളത്. അപ്പം ഏറ്റവും മിനിമം ഏരിയ ഉള്ളത് സർഫസിനാണെങ്കിൽ സ്ഫെറിക്കലാണെങ്കിൽ കൂടുതലുള്ള ഏതിനായിരിക്കും? സിലിണ്ട്രിക്കൽ. സിലിണ്ട്രിക്കലിന് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹീറ്റ് ട്രാൻസ്ഫറും കൂടുതലായിരിക്കും, ശരിയല്ലേ? സോ സിലിണ്ട്രിക്കൽ ബൾബിനെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറിൻ്റെ റേറ്റ് കൂടും, ശരിയല്ലേടാ? നമ്മൾ പഠിച്ചില്ലേ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ മൂന്നിലും ഏരിയൻ്റെ ടൈമിൽ നോക്ക്. ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻ്റെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23. When the temperature of a rod is increases from T to T plus delta T, its moment of inertia increases from I to I plus delta I. If alpha is the coefficient of linear thermal expansion of the rod, then the value of delta I by I is option A 2 alpha delta T, B alpha delta T, C alpha delta T by 2, D delta T by alpha. ക്ലിയർ? എടാ അത് സിമ്പിളാടാ. എന്താ ചോദിച്ചിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ? റോഡിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏറ്റവും ഏത് ഇക്വേഷൻ എടുത്താലും കുഴപ്പമില്ല. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റോഡ് ത്രൂ സൈഡോ ത്രൂ സെൻറ്ററോ എന്ത് എടുക്കുക? So ml square by 12 through center. So from this what is di? Vanda delta I by I. So what is from this equation what is delta I by I? Sir, delta L by E is equal to 2 into delta L by L. Correct allada? Correct alle? Mass constant alle. So what is delta L by L? Sir, I know L equal to delta L equal to L alpha delta T. So from this, sir, delta L by L is equal to alpha delta T. So put the alpha delta T over here. So I can say that 2 alpha delta T. So what is the answer? 2 alpha delta T, option A. Clear? Okay. So then moving to question number 24. Okay. An ideal gas is initially at a temperature T and volume V. Its volume is increases by delta V due to an increase in the temperature delta T. Pressure remains constant. The physical quantity delta V by V delta T varies with the temperature rise. ഈ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു? അത് നമ്മളെ ഈ ഐഡിയൽ ഗ്യാസ് റിലേഷൻ എഴുതി. ഇതിൽ ടെമ്പറേച്ചർ ടി വോളിയം വി കേട്ടോ. അപ്പോൾ വോളിയം കൂടിയത് ടെമ്പറേച്ചർ കൂടിയപ്പോഴാണ് പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണെങ്കിൽ ഇതിൽ വോളിയം അല്ലേ മാറുന്നത്? സോ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പി ഡെൽറ്റ വി എന്താ? എൻ ആർ ഇൻറ്റു ഡെൽറ്റ ടി, ശരിയല്ലേ? ഇതിൽ ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ അന്ന് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താന്ന് പറയും? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എൻ ആർ ബൈ പി. ഓക്കെ, ശരിയാണല്ലോ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എൻ ആർ ബൈ പി, ശരിയല്ലേ? എടാ ഈ ഡെൽറ്റ ടി ബൈ ഇനി നിങ്ങൾ ഇവിടുന്ന് കിട്ടും ആൻസർ, ഇവിടുന്ന് ഡയറക്റ്റാ. ഓക്കെ, ഇതില്ലേ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി അല്ലേ? ഈ ക്വാണ്ടിറ്റി മാറൂല. കാരണം എന്താ പറയുക? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എൻ ആർ ബൈ പി ആ. അതിൽ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് അവർ പറയുന്നുണ്ട്, എന്നും ആറും കോൺസ്റ്റന്റാണ്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് പാരാമീറ്റർ, അത് മാറൂല. പിന്നെ വോളിയം നോക്കിയാൽ മതി. എടാ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ് ബന്ധം? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എന്താ ബന്ധം? ഈ പി വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദെൻ പ്രഷറും എന്താ വെച്ചിരുന്നത്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ എന്താ ബന്ധം? പ്രഷറും ടെമ്പറേച്ചറും അല്ല, വോളിയം പ്രപ്പോർഷണൽ ടു എന്താ? ടെമ്പറേച്ചറാണ്. ഇനി പറയും നമ്മളെ ക്വാണ്ടിറ്റി എന്താ? നമ്മളെ ക്വാണ്ടിറ്റി ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം. അപ്പം വോളിയത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ. അപ്പോൾ ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതേ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൽറ്റ കുറയും. സോ വിച്ച് ഓപ്ഷൻ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൽറ്റ കുറയും. ഒരു ഐഡിയ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. പി വി ഇക്വൽ ടു എൻ ആർ ടി, പി ഡെൽറ്റ വി ഇക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി. ഇതിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി നോക്കുക. ഇതാണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചെയ്തപ്പോൾ എൻ ആർ ബൈ ബി കിട്ടി. പക്ഷേ എൻ ആർ ബൈ ബി മാറുന്നില്ല. എൻ ആർ ബൈ ബി എല്ലാ കാലം കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, എൻ കോൺസ്റ്റന്റ് ആണ്, ആറ് കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റിനെ കുറിച്ച് മൈൻഡ് ചെയ്യുക വേണ്ട. നിങ്ങൾ ആരെ മാത്രം നോക്കിയാൽ ഇതിൽ പറയുള്ളൂ വോളിയം. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ടെമ്പറേച്ചർ തമ്മിലെന്താ ബന്ധം? വോളിയം പ്രപ്പോർഷണൽ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടും വോളിയം കൂടും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വോളിയവും ഡെൽറ്റയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ ഡെൽറ്റയും ടിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഡെൽറ്റ കൂടുമ്പോൾ ടി കുറയും, ടി കുറയുമ്പോൾ ഡെൽറ്റ കൂടും, ശരിയാണ്. കറക്റ്റ് ഓപ്ഷൻ സി. So question number 25. Okay. A cylinder of radius r and of thermal conductivity K1 is surrounded by cylindrical shell of inner radius r and outer radius 2r is made up of material thermal conductivity K2. The effective thermal conductivity of the system is. Question കൊടുത്തിട്ടുണ്ട്. എടാ എന്താ അറിയോ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചോ. സിലിണ്ടറിക്കൽ
ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടർ റേഡിയസ് ആറും അതിൻ്റെ കണ്ടക്ടിവിറ്റി കെയും ആണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്, ഒരു സിലിണ്ടറിക്കൽ ഷെല്ലുണ്ട്, അതായത് ഒരു ട്യൂബിനുള്ളിൽ റോഡ് കയറ്റുന്ന പോലെയാണ്, ഒരു ട്യൂബിനുള്ളിൽ ഒരു റോഡ് കയറ്റുന്ന പോലെ. അതിൻ്റെ കണ്ടക്ടിവിറ്റി ഉള്ളിൽ തന്നെ കണ്ടക്ടിവിറ്റി കേവണ്ണ, പുറത്തുള്ള റേഡിയസ് 2r 6 അത് ഉറപ്പായിരിക്കുമല്ലോ. അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം, ഇത് ഞാൻ പറഞ്ഞ റോഡ് ഇതാണ് ശരിക്കും. ഇതിൻ്റെ പുറത്ത് ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തുണ്ട്, വേറൊരു റോഡുണ്ട്, ഇതിൻ്റെ പുറത്ത് വേറെ റോഡുണ്ട് എന്ന് വിചാരിക്കും കേട്ടോ. ഇതില്ലേ ഇതിൻ്റെ പുറത്തൊരു റോഡുണ്ട്, ഇതിൻ്റെ റേഡിയസ് എത്രയാണ് 6 കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു റോഡുണ്ട്, റോഡല്ല അത് ട്യൂബാണ് വരിക. ഓക്കെ, ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ നടുക്ക് നമ്മളെ മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ പുറത്ത് മറ്റേ മെറ്റീരിയൽ ഉണ്ട്, സൈഡ് വ്യൂ കേട്ടോ. ഓക്കെ, ഇത് പുറത്തുള്ള കേട്ടോ. ഇതിൻ്റെ റേഡിയസ് 6, ഇതിൻ്റെ റേഡിയസ് 2r. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടിട്ട് K1 പുറത്തുള്ളതിൻ്റെ ഇത് K2. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇക്വലൻ്റാ? അതെ, ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കണക്ഷനാ? ഇത് പാരലൽ കണക്ഷനാണ്, സീരീസ് അല്ല, പാരലല്ല. ഈക്വൽ ഏരിയ ഈക്വൽ ആണോ? ഏരിയ ഈക്വൽ ആണെങ്കിൽ അത് എന്താ, സീരീസാണ്. ഏരിയ ഡിഫറെൻ്റാ. പാരലൽ ആണെങ്കിലേ ഓക്കെ, പാരലൽ ആണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? പാരലൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചാൽ എന്താ, സീരീസ് ആണെങ്കിൽ നേരെ K ആഡ് ചെയ്താൽ മതി. പാരലൽ ആണെങ്കിൽ എന്താ 1/2 K1 K2 അത് അപ്ലൈ ചെയ്താൽ മതി. അത് ഏരിയ ഈക്വൽ ആണെങ്കിലാണ്. K1 ശരിക്കും ഇക്വേഷൻ എന്താ, K equivalent is equal to K1 A1 plus K2 A2 by അത് ഏരിയ ഡിഫറെൻറ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ കറക്റ്റ് തന്നെയാണ് A1 plus A2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ A1 A2 എന്ന് എടുത്താൽ ഇപ്പോൾ ആദ്യത്തിന് 1 പുറത്തതിന് 2 എഴുതിയാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നേരെ ആൻസർ. K1 ഇൻറ്റു ഏരിയ 1 ഉള്ളിൽ തന്നെ ഏരിയ πr സ്ക്വയർ പ്ലസ് K2 ഇൻറ്റു പുറത്തുനിന്ന് ഏരിയ. പുറത്തുനിന്ന് ഏരിയ പറഞ്ഞാൽ ഞാൻ ഈ കുത്തിയുടെ പോർഷനിലെ ഏരിയ, ആ ഏരിയ എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഈ റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് മറ്റേത് കുറയ്ക്കണം. K ഇൻറ്റു പൈ ഇൻറ്റു പറയും 2r the all square minus r square ഡിവൈഡ് ബൈ സെയിം സാധനം πr സ്ക്വയർ പ്ലസ് പൈ ഇൻറ്റു 2r the all square minus r square. ഇങ്ങനെ വരും, ശരിയല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞോ, ഇതിൽ നിന്ന് മുകളിൽ K1 പൈ എല്ലാത്തിലും ഉണ്ടാവും, ക്യാൻസൽ ചെയ്യും. R സ്ക്വയർ അതുപോലെ എല്ലാത്തിലും ഉണ്ടാവും. R സ്ക്വയർ ഇതിനുള്ളിൽ നിന്ന് എടുത്താൽ R സ്ക്വയർ ഉണ്ടാവും. R സ്ക്വയർ കൂടി കട്ട് ചെയ്യുന്നവർ വിചാരിക്കും, ഇനി നമ്പർ മാത്രം വായിച്ചാൽ മതി. ഇവിടെ K1 ഉണ്ടാവും പ്ലസ് ഇവിടെ K2 ഉണ്ടാവും. ഓക്കെ, ഇവിടെ 2 സ്ക്വയർ മൈനസ് 1, 2 സ്ക്വയർ തന്നെ 4 മൈനസ് 1 3 K2 ബൈ താഴെ 1 R സ്ക്വയർ വെച്ചാൽ 1, ഇവിടെ 3 പ്ലസ് 1 4. ഇതാണ് ആൻസർ. K1 പ്ലസ് 3 K2 ബൈ 4. ഇതില്ലേ നോക്ക്, K1 plus 3 K2 by 4. K1 plus 3 K2 by 4. K1 plus 3. Option D. Clear? Okay. Then moving to the next question. So question number 26. Okay. 2 black metallic spheres of radius 4 meter and 2000 Kelvin and 1 meter 4000 Kelvin will have their ratio of their energy radiated. Energy radiated is proportional to the area and temperature raised to 4. Okay, but area is proportional to radius in a square, P raised to 4. So what is E1 by E2? E1 by E2 equal to R1 by R2 raised to 4 into T1 by T2, sorry, this square raised to 4. Okay, R1 by R2, R1 എത്രയാ 4 by 1 all square into 2000 by 4000 all raised to 4. Clear? 4 square 16 വരും ഇൻറ്റു ഇത് കട്ട് ചെയ്താൽ താഴെ ഉണ്ടാവും, താഴെ 2 എത്രയാ 2 raised to 4 എത്രയാ 16. So 16 cancel, so answer is 1:1. Option A. Clear? Okay. ഇത് മറ്റേ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ ആട്ടോ, എനർജി റേഡിയേറ്റഡ്. ഓക്കെ, സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ. ഓക്കെ, സോ ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ.
The rate of emission of black body at 0 degrees Celsius is its rate of emission at 273 degrees Celsius is. Okay. ബ്ലാക്ക് ബോഡിൻ്റെ റേറ്റ് ഓഫ് എമിഷൻ 0 ഡിഗ്രി സെൽഷ്യസിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 എന്ന് പറയുമ്പോൾ 273 + 273 വരും, ശരിയല്ലേ? അത് 3 ടൈംസ് വരും. ഓക്കെ. റേറ്റ് ഓഫ് എമിഷൻ ആദ്യത്തത് 6 പറയും. ആദ്യത്തെ റേറ്റ് ഓഫ് എമിഷൻ 6 ആയിരിക്കും. 6 റേറ്റ് ഓഫ് എമിഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് എമിഷൻ പ്രപ്പോർഷണൽ ടു എന്താ? റേറ്റ് ഓഫ് എമിഷൻ 6 പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചറിൻ്റെ 4th പവർ. ഓക്കെ. സോ R2 by R1 എന്ന് പറയുമ്പോൾ ഇവിടെ 6 വിചാരിച്ച് R ഈക്വൽ ടു T2 by T raised to 4. ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയാണ്? രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്രയാണ്? രണ്ടാമത്തെ 273 + 273 വരും. ഓക്കെ. 270 സെൽഷ്യസ് അല്ലേ, + 273 ഉണ്ടാവും. 2 × 273 ബൈ ആദ്യത്തത് 0 എന്ന് പറയുമ്പോൾ 273 raised to 4, ശരിയല്ലേ? സോ ക്യാൻസൽ. 2 raised to 4 എത്രയാണ്? 16. സോ R2 ഈക്വൽ ടു 16R എന്ന് വരും. കറക്റ്റ്. ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. Okay. So question number 28. Which of the following is lambda versus time graph for a perfectly black body? നമ്മൾ പഠിച്ചല്ലേ Wien's law. Lambda into T is equal to constant, which means 2898 micrometer Kelvin. Lambda is inverse proportional temperature. Temperature കൂടുമ്പോൾ lambda കുറയും. So lambda inverse proportional temperature. So this is answer. Option D is the correct answer. Clear? Okay. Question number 29. Okay. Newton's law of cooling. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. A body cools from 50 degrees Celsius to 49 degrees Celsius in 5 seconds. How long will it take to cool from 40 degrees Celsius to 39 degrees Celsius? Assuming the surrounding temperature is 3 degrees Celsius, Newton law of cooling is valid. Valid ആണെന്ന് പറയുന്നത്. Equation എന്താ? T1 minus T2 by small t equal to K into T average. T1 plus T2 by 2 minus T0. ചെയ്യാം. K ആദ്യം കണ്ടുപിടിക്കും കേട്ടോ. 50 49. ഓക്കെ. 50 body cools from 50 to 49 in 5 seconds. ഓക്കെ. 50 to 49. അപ്പോൾ ഇവിടെ 1 വരും. 1/5 second ഈക്വൽ ടു K ഇൻറ്റു 50 49ൻ്റെ ആവറേജ് എത്രയാണ്? 49.5. 49.5 49.5 T0 കുറയ്ക്കണം. എന്നാൽ 30. ശരിയല്ലേ? 5 9. അപ്പോൾ എത്ര വരും? 19.5. ഓക്കെ. അപ്പോൾ എന്ത് വരും വെച്ചാൽ K ഇൻറ്റു 19.5. ശരിയല്ലേ? 19.5 ഫ്രാക്ഷൻ ആക്കി ഇതാണ്. 19.5 എന്ന് പറഞ്ഞാൽ 20ൻ്റെ ഡബിൾ എത്രയാ? 40. 49/2 വരും. ശരിയല്ലേ? അല്ല, ശരിയല്ലേ? 49 അല്ല, 50 അല്ല 49 അല്ല 39. സോറി, 39/2. ശരിയല്ലേ? 19.5 2 90 കറക്റ്റാ. അവിടെ 39/2 എന്ന് എഴുതാം. അങ്ങനെ വേണ്ടി എഴുതാം, നിങ്ങൾ ഇഷ്ടം പോലെ. K എന്താ? Kയുടെ വാല്യൂ അങ്ങനെ വരും. ഞാൻ 19.5 എന്ന് ഇടാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ Kയുടെ വാല്യൂ കിട്ടിയില്ല. അപ്പോൾ K എന്താ? K ഈക്വൽ ടു ഇപ്പോൾ 39/2 ആണ് ഇടുന്നതെങ്കിൽ, കട്ട് ചെയ്യുമോ നോക്കാം നമുക്ക്. 39/2 ആണ് വിടുന്നതെങ്കിൽ 2/5 ഇൻറ്റു 39 വരും. ഓക്കെ. ഓക്കെ. എനിവേ, അടുത്ത കേസ് ടെമ്പറേച്ചർ എത്രയാണ്? 39. ഓക്കെ. 50 49 ആയതല്ലേ? അടുത്തത് 40 39 ആണോ? ഓക്കെ. അപ്പോഴും 1 തന്നെ. 1 ടൈം അല്ലേ ചോദിച്ചത്? T ഈക്വൽ ടു Kയുടെ വാല്യൂ 2/5 ഇൻറ്റു 39. ഓക്കെ. ആവറേജ് പറയും. 39ൻ്റെയും 40ൻ്റെയും ആവറേജ് 39.5. 39.5 എന്ന് 30 മൈനസ് ചെയ്യും. 9.5 വരും അല്ലേ? 30 മൈനസ് ചെയ്താൽ 9.5. 9.5 എന്ന് പറഞ്ഞാൽ 19/2. ശരിയല്ലേ? 19/2. സോ ഇറ്റ് ബിക്കം 19/2. സോ ഇത് സോൾവ് ചെയ്താൽ മതി. സോ ഇറ്റ് ബിക്കം 5 ഇൻറ്റു 39/19.
ഇതാണ് ആൻസർ വരിക. ശരിയല്ലേ? എക്സാക്റ്റ് വാല്യൂ എത്ര കിട്ടുന്ന നോക്കാം. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 5 into 39 by 19 10.26 10 നിയർലി 10 അടുത്ത് വരും. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഐഡിയ മനസ്സിലായില്ല, ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഇത് അങ്ങനത്തെ നമ്പർ ആയതുകൊണ്ടാണ്, നമ്പറേ ചെയ്യാനുള്ള നമ്പർ ആയതുകൊണ്ടാണ്. ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ 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 then moving to the next question. Okay. Okay. Question number 30. A lead bullet of unknown mass m fired with a speed of 180 meter per second into a tree in which it stops. Assuming that in this process 2/3 of heat produced goes into the bullet and 1/3 into the wood. The temperature of the bullet rises by. ഓക്കെ, അത് ടോട്ടൽ ഹീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ വരിക? കൈനറ്റിക് എനർജി എന്താ? ഹാഫ് മാസത്തെ ബുള്ളറ്റ് എത്രയാ? മാസ് ബുള്ളറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബുള്ളറ്റ് അൺനോൺ മാസ്. ഓക്കെ, മാസ് എം ആണ് വിചാരിക്കും. ഓക്കെ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എം ക്യാൻസൽ ആവും. വെലോസിറ്റിന് സ്ക്വയർ 180ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് എനർജി കിട്ടുക. ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ എനർജി മൊത്തം ഹീറ്റാവുക ചെയ്യുക. അല്ല, മൊത്തം ഹീറ്റ് അല്ല, അതിലെന്താ പറയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീൻ്റെ 2/3 പ്രൊഡ്യൂസേഴ്സ് ഗോസ് ഇൻ ടു ദ ബുള്ളറ്റ് ആൻഡ് 1/3 ഇൻ ടു ദ വുഡ്. അപ്പോൾ ബുള്ളറ്റിലേക്ക് പോകുന്ന എത്ര? 2/3. അപ്പോൾ ഇൻറ്റു എന്ത് വരും? 2/3. ഇത് MC ∆T ഇക്വേറ്റ് ചെയ്യുക. MC ∆T. എടാ, ഐഡിയ മനസ്സിലായോ? ഇത് ബുള്ളറ്റിലേക്ക് എത്തുന്ന എനർജി, ബുള്ളറ്റിൻ്റെ എനർജി, അത് ബുള്ളറ്റ് വരുന്ന കൈനറ്റിക് എനർജി. അത് ഇടിക്കുന്ന സമയത്ത് അത് ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിൽ 1/3 ആരെടുക്കും? 1/3 വുഡിലേക്ക് പോകും, ബാക്കി 2/3 ബുള്ളറ്റിന് എടുക്കും. ബുള്ളറ്റ് ആ ഹീറ്റ് എടുത്താൽ ബുള്ളറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടും. സോ ഈക്വൽ വിത്ത് MC ∆T. ക്ലിയർ അല്ലേ? സോ ഇതിനാണ് എം ക്യാൻസൽ ആവും. എന്താ ചോദിച്ചിരിക്കുന്നത്? ∆T അല്ലേ? ∆T, ദ ടെമ്പറേച്ചർ റൈസ് ഓഫ് ദ ബുള്ളറ്റ് ഈസ് ∆T. സോ ∆T ഈക്വൽ ടു വായിച്ചോ, 2 പോകും. ഓക്കെ, 180 സ്ക്വയർ. 180 സ്ക്വയർ എന്ന് പറയുമ്പോൾ 180 ഇൻറ്റു 180 ബൈ താഴെ 3 ഇൻറ്റു 0. എത്രയാ? 0.12. ഇതാണ് ആൻസർ. ക്ലിയർ? സോ എത്ര കിട്ടുന്നത് നമുക്ക് നോക്കാം. 0.180. സോ ഇറ്റ് ബിക്കം 180 ഇൻറ്റു 180 180 180 into 180 by 3 into 0.12. ഓക്കെ, അതിൽ വെലോസിറ്റി ഇത് ജൂൾ പെർ ഗ്രാമിലാണ്. അത് ഈ വാല്യൂ നോക്കണം, വാല്യൂ കൂടി നോക്കണം. അത് കറക്റ്റാണ്. അപ്പോൾ ഇതിലേ ജൂൾ പെർ ഗ്രാം ആകുമ്പോൾ ഡിവൈഡർ ബൈ ഇത് ഇവിടെ ജൂൾ പെർ ഗ്രാമിനെ മാറണ്ടേ. ഇപ്പോൾ ഗ്രാമിന് കിലോഗ്രാമിലാകുമ്പോൾ എന്ത് വരും? പെർ ഗ്രാമിന്, അതായത് 0.12 ജൂൾ പെർ ഗ്രാമാണ് എന്ന് വെച്ചാൽ 0.12 ഇൻറ്റു ജൂൾ ഗ്രാമിലെ കിലോഗ്രാം ഒക്കെ ഡിവൈഡ് ബൈ 10⁻⁻3. അതായത് ഈ കിട്ടുന്ന ആൻസർ ഇൻറ്റു 10⁻⁻3 സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ 0.90,000 ആണ്. സോ 90,000 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ 90. സോ ആൻസർ ഈസ് 90 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ, അത് ചെയ്താൽ കിട്ടും. ഓക്കെ ഓക്കെ ഫൈൻ. ദെൻ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, so question number 31. Which of the following is the necessary and sufficient condition for simple SHM-ന്റെ necessary condition? SHM-ന്റെ കണ്ടീഷൻ എന്തൊക്കെയാ? കോൺസ്റ്റന്റ് പീരീഡ്, നെസസറി ആൻഡ് സഫീഷ്യൻ്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. കോൺസ്റ്റന്റ് പീരീഡ്, കോൺസ്റ്റന്റ് ആക്സലറേഷൻ, പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ ദ ആക്സലറേഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ്, പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ എക്സാക്ട്ലി. ഇതാണ് ഡെഫിനിഷൻ. SHM-ന്റെ ഡെഫിനിഷൻ തന്നെ ഇതാ. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, F is equal to -6. അതൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ക്ലിയർ? സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡെഫിനിഷൻ തന്നെ അതാണ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 32. The equation of motion of a particle executing SHM is A equal to 16 pi square x. Okay, minus A equal to -16 pi square x, but we are comparing with SHM minus omega square x. So what is omega square? 16 pi square. So what is omega? Omega equal to root 16 pi square root 4 pi. Omega is 2 pi by t.
Sir, 2 pi by t equal to 4 pi. So cancel these two. The t equal to 1 by 2. So answer is 1 by 2 second. Just compare ചെയ്യാനുള്ളടാ. Omega square x അറിയുന്നതുകൊണ്ട് compare ചെയ്യാനുള്ളൂ. 32. So question number 33. When the temperature increases, the frequency of tuning fork reduces. Okay, decreases. Temperature കൂടുമ്പോൾ tuning forkന്റെ കുറേ ഈ പ്രോങ്ങിൻ്റെ ലെങ്ത്തിൽ, അതായത് ഈ പോർഷൻ ഇത് ഹീറ്റ് ചെയ്യുമ്പോഴേ ഇത് എക്സ്പാൻഡ് ആവൂടാ. അപ്പോൾ അത് എക്സ്പാൻഡ് ആകുമ്പോൾ കുറേ ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ലെങ്ത് ചേഞ്ച് ആവും പ്രോങ്സിൻ്റെ, കൂടാതെ യങ്സ് മോഡുലസിൽ ചേഞ്ച് വരും. അപ്പോൾ ഇതൊക്കെ കാരണം ഫ്രീക്വൻസി ഡിക്രീസ് ആവും കേട്ടോ. ഓർത്ത് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്രീക്വൻസി എന്താവും, കുറയും. ഓക്കെ. Two identical springs of spring constant K are connected in series and parallel. A mass m is suspended from them. The ratio of the frequencies of vertical oscillation will be. So frequency in equation andada, frequency 2 pi into root of k by m. Clear? I can say that f is proportional to root k if other is not changing. K is k equivalent ആയി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താ ചോദിച്ചിരിക്കുന്നത്? സീരീസ് ടു പാരലൽ or parallel to series? Series and parallel ratio. So series to parallel. F series to F parallel, which is equal to root of K equivalent in series to K equivalent in parallel. എടാ ഐഡിയ മനസ്സിലായോ? K series by K parallel. So root of K series ഈക്വൽ ആയിട്ടുള്ള സാധനം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം K by 2. So K by 2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലോ 2K. So 2K, K cancel. So root 1 by 4 which is equal to 1 by 2. Clear? So answer is 1:2. B. തെറ്റി പോയത് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കപ്പാസിറ്ററിനെ ആലോചിച്ചാൽ മതി. സ്പ്രിങ്ങിൻ്റെ കേസിൽ തിരിച്ചിട്ടാണ്. മറ്റേ തെർമൽ കണ്ടക്ടിവിറ്റി പോലല്ല, അത് നേരെ കൂട്ട് ചെയ്യാം. കണ്ടക്ടിവിറ്റി തെർമൽ നിങ്ങൾ മറ്റേത് പഠിച്ചില്ലേ, റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് സീരീസ് ഈക്വൽ മറ്റേ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ പോലെ തന്നെയാണ്. പക്ഷേ കപ്പാസിറ്റൻസ് ഓർമ്മയില്ലെങ്കിൽ തിരിച്ച് അതുപോലെയാണ് സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് കേട്ടോ. അത് നേരെ ഓപ്പോസിറ്റാണ്. ക്ലിയർ? 34 is over. Then moving to question number 35. If the length of the seconds pendulum is increases by 2%, how many seconds will loss per day? Seconds pendulum എന്ന് പറയുമ്പോൾ സിമ്പിൾ പെൻഡുലം അല്ല, ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ 2 pi root of L by G. So what is delta T by T? Delta T by T is equal to 2 into delta L by L. Clear? So delta T equal to delta T ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 2 into delta L by L എത്രയാണ്? 2%. 2% എന്ന് പറയുമ്പോൾ 2/100 into 2 into ടൈം എത്രയാണ്? ടൈം എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ലേ, ഒരു ദിവസം എന്ന് പറയുമ്പം എത്ര സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ, ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 3600 സെക്കൻഡ്. ക്ലിയർ? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണെന്ന് കിട്ടും. 0 ക്യാൻസൽ. 2 into 2 4. ഓക്കെ, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എത്ര കിട്ടുന്നത് കേട്ടോ. സോ ഇറ്റ് ബിക്കം 24 into 4 into 36. 24 into 4 into 36. So answer is 34. Wait. Very mistake untlo. If the length of the seconds pendulum is increased by 2%. So it become 2/100. Sorry. ഇത് മിസ്റ്റേക്ക് ആണ്. ഇതിൽ ഞാൻ എഴുതിയ മിസ്റ്റേക്ക് പറ്റിയ. ഇത് റൂട്ട് അല്ലേ, റൂട്ട് എന്ന് പറയുമ്പോൾ 1/2 അല്ലേ, ഞാൻ എഴുതിയ മിസ്റ്റേക്ക് പറ്റിയ. 2 ആൻസർ. ക്ലിയർ? സോ 24 into 36 will answer. Clear? Correct. 24 into 36. 864. Option D is the correct answer. Clear? The half ആണ് കേട്ടോ, നിങ്ങൾ എഴുതിയ മിസ്റ്റേക്ക് പറ്റി. റൂട്ട് അല്ലേ? Correct. Okay. Then moving to the next question. Okay. Then moving to question number 36. The bob of a simple pendulum is spherical hollow ball filled with water. A plugged hole near the bottom of the oscillating bob gets suddenly unplugged during the observation till the water comes out. The time period of the oscillation would be. Option different value ആണ്. അത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് ഒരു പെൻഡുലം ഉണ്ട് വഴിക്ക്. പെൻഡുലത്തിൻ്റെ താഴെ ഇതൊരു ബോളാണ്. ഈ ബോളിന് അകത്ത് നിങ്ങൾ വെള്ളം നിറച്ച് ഇതിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നിങ്ങളെ ടൈം പീരീഡ് എന്താ അറിയോ? ടൈം പീരീഡ് ഈസ് ദിസ് ഡിസ്റ്റൻസ് T അല്ലേ. സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 pi root of L by G. എടാ മക്കളെ, ഈ L എന്താ അറിയോ? ദിസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം. ദാറ്റ് ഈസ് ലെങ്ത് ഫ്രം ഹാങ്ങിങ് പോയിന്റ് ടു ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ബോൾ. ഈ ബോബിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണത്. ആ ഡിസ്റ്റൻസ് L. ഇനി നിങ്ങൾ പറ,
ഈ ബോളിൻ്റെ അകത്ത് താഴെ പ്ലഗിൽ ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോൾ നിങ്ങൾ ഊരിയാൽ മീൻസ് ആ പ്ലഗ് അൺപ്ലഗ് ചെയ്താൽ വെള്ളം എന്ത് ചെയ്യും പുറത്തു പോകും. എടാ വെള്ളം താഴോട്ട് പോകുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് മാസ് അതിനെ താഴോട്ട് പോലെ. എടാ സെൻറ്റർ ഓഫ് മാസ് താഴോട്ട് പോയിട്ട് ഒരു ലെവലിൽ താഴെ എത്തി കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് തിരിച്ച് മുമ്പോട്ട് വരും. കാരണം എന്താ, ഒരു എം ടി ബോളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ അല്ലേ, ഒരു ഫുൾ സ്ഫെറിക്കൽ ബോളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിനകത്തുള്ള സാധനം പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ സ്റ്റെപ്പ് വൈസ് പറയാം. ഇതിൽ ഹാഫ് ഫീൽഡാണ്. നിങ്ങൾ പറഞ്ഞു ബോഡി സെൻറ്റർ ഓഫ് മാസ്, അപ്പോൾ നിങ്ങൾ എവിടെയാണ് പറയുക, സാർ സെൻറ്ററല്ല മാസ് എവിടെയാണ് കൂടുതൽ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക, സാർ എവിടെയാണുള്ളത് സെൻറ്റർ ഓഫ് മാസ്, കുറച്ചുകൂടി താഴെ ഷിഫ്റ്റ് ആവും, ശരിയല്ലേ. ഇനി വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ്. ഇനി നോക്കണം, ഈ മാസ് താഴോട്ട് പോയി ഇങ്ങനെ കുറഞ്ഞ് തീരാനാകുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് തിരിച്ച് മോട്ടറിന് വരും. കാരണം സെൻറ്റർ ഓഫ് മാസ് ഇവിടെ തന്നെ വരുന്നുണ്ട്. സോ ഫസ്റ്റ് സെൻറ്റർ ഓഫ് മാസ് താഴോട്ട് പോകും. സോ ലെങ്ത് കൂടുമ്പോൾ ടൈം പീരീഡ് കൂടും. സോ ഫസ്റ്റ് ടൈം പീരീഡ് ഇൻക്രീസസ്, ദെൻ ടൈം പീരീഡ് again decreases. First increases, then decreases. Clear? So what is the answer? First increases, then decreases to the original value. Clear? Question number 37. U is the potential energy of an oscillating particle and a force F is the force acting. F is the force acting on it, and at a given instant, which of the following is true? And a potential energy equation half kx square derivative എടുത്താൽ എഫ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് അല്ലേ. എഫ് ശരിക്കും ഡി യു ബൈ ഡി എക്സ് അല്ല, മൈനസ് ഡി യു ബൈ ഡി എക്സ് ആണ്. മൈനസ് ഡി യു ബൈ ഡി എക്സ് നിങ്ങൾ അതന്നെ ചെയ്താൽ മതി. ഇതാണ്ട് മൈനസ് ഡി യു ബൈ ഡി എക്സ് പറ. ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് പറ. 2x ടു ക്യാൻസൽ ആവില്ല, മൈനസ് കെ എക്സ് വരും. ക്ലിയർ അല്ലേ. എഫ് പ്ലസ് കറക്റ്റ് എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് കെ എക്സ് എന്ന് വരും, ശരിയല്ലേ. എഫ് ഇസ് ഈക്വൽ ടു അതന്നെ അതാ റിലേഷൻ. അതിൽ അവർ തമ്മിലുള്ള ബന്ധം ചോദിച്ചു. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം, യുയിലേക്ക് വരണം. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കെ എക്സ് 2 ഓക്കെ ഡെറിവേറ്റീവ് എടുത്താൽ കെ എക്സ്. ഓക്കെ അങ്ങനെ എഴുതാം. ഇതിനൊക്കെ ഇങ്ങനെ എഴുതിക്കൂടെ, ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിഫോർമേഷൻ, ശരിയല്ലേ. ക്ലിയർ? അതല്ലേ മൈനസ് ഉണ്ട്, അതന്നെ ഇത് സെയിം സാധനം. അതാ നമുക്ക് എടാ ഇതില്ലേ ഞാൻ ഈ കെ എക്സ് സ്ക്വയർ ഇതിൽ ഈ എഫിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ കെ എക്സിന് ഹാഫ് ഇൻറ്റു ഞാൻ അങ്ങനെ എഴുതാം. ഹാഫ് കെ എക്സ് സ്ക്വയറിനൊക്കെ ഇങ്ങനെ എഴുതിക്കൂടെ, ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയറിനെ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് കെ എക്സ് ഇൻറ്റു മൈനസ്. ഇവിടെ പ്രശ്നം വരുന്നില്ലേ, ഈ കെ എക്സ് എന്താ എഫ് അല്ലേ. സോ യു ഈക്വൽ ടു മൈനസ് ഹാഫ് കെ ഇൻറ്റു എഫ് ഇൻറ്റു എക്സ്. ക്ലിയർ? അത് 2 കൂടി മൾട്ടിപ്ലൈ. സോ 2u ഈക്വൽ ടു മൈനസ് എഫ് എക്സ്, ശരിയല്ലേ. അപ്പോൾ ഇതിനെ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2u ബൈ എഫ് പ്ലസ് എക്സ് ഈക്വൽ ടു 0. കറക്റ്റ്. 2u ബൈ എഫ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. Then moving to the next question. Question number 38. Doppler's effect applies only to sound waves, only to the light waves, to both sound wave and light wave, to either light nor sound wave. So ഇത് എന്താ ഡോപ്ലർ എഫക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡോപ്ലർ ഷിഫ്റ്റ് അടക്കം. സോ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ബോത്ത് സൗണ്ട് ആൻഡ് ലൈറ്റ് വേവ്സ്. രണ്ടിനും ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഡോപ്ലർ എഫക്റ്റ് രണ്ടിനും ഉണ്ട്. ഓക്കെ. Beats are produced by two waves, y1 equal to a sine 2000 pi t and y2 is equal to a sine 2002 pi t. The number of beats per second. നമ്പർ ഓഫ് ബീഡ്സിന് ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചിരുന്നില്ലേ, F1 മൈനസ് F2, ശരിയല്ലേ. ഇവിടെ മൈനസ് ഇ, ഇത് ഒമേഗനാണ് എഫ് കിട്ടുന്നത് 2π അല്ലേ. 2π ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 2008 2000 കുറയ്ക്കുക, അപ്പോൾ 8 വരും. 8π ഡിവൈഡ് ബൈ 2π, 8π ഡിവൈഡ് ബൈ 2π ഈസ് 4. സോ ആൻസർ ഈസ് 4 ബീറ്റ്. ω1 മൈനസ് ഒമേഗ F1 മൈനസ് F2 ബൈ 2 ആണ് എന്ത്, F1 മൈനസ് F2 ആണ് ബീറ്റ് ഫ്രീക്വൻസി എന്താ F1 മൈനസ് F2 ആണ്. പക്ഷെ ഇവിടെ എഫ് അല്ല എന്ന് ഒമേഗ, അപ്പോൾ എന്താ വരിക ω1 മൈനസ് ω2 ഡിവൈഡ് ബൈ 2π, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? So moving to question number 40. A simple pendulum is suspended from the ceiling of a lift. When the lift is at rest, its time period is t. With what acceleration should the lift be accelerated upward in order to reduce the time period to t by 2? Okay, t by 2 ആയിട്ട് ടൈം പീരീഡ് കുറയണം. ആ ടൈം പീരീഡ് 2.√L G പ്ലസ് ഓർ മൈനസ് എ, ഓർമ്മയില്ല. ഞാനത് ജി ഡാഷ് എന്ന് വിളിക്കാം.
ജി പ്ലസ് എ ആണ് കേട്ടോ. നമ്മൾ കൂട്ടുക വേണ്ടത്, ജി കൂടുതലല്ല ടി കുറയുള്ളൂ, അപ്പോൾ ജി കൂടുക വേണ്ടത്. നമ്മുടെ ആൻസർ ജി പ്ലസ് എ ആണ്. ഞാനിതിൽ ജി ഡാഷ് എന്ന് വിളിച്ച്. ഓക്കെ, സോ ജി അതിനകത്ത് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ജി എന്ന് കിട്ടും. അതായത് ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t². അതാണ് ലൈൻ മീനിങ്. ജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് തിരിച്ച് ചെയ്താൽ അത് സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ ചെയ്താൽ t² is equal to t² proportional to 1/g എന്ന് വരും. അത് g proportional to t. So what is g dash by g? G dash by g is equal to t by t dash the whole square. Inverse. ഇനി പറ ടൈം പീരീഡ് എത്രയായി? t/2. ടിക്ക് വരാൻ t dash വരാൻ t/2 എടുത്താൽ t/t/2 എത്രയാണ്? 2. 2² എത്രയാണ്? 4. വിച്ച് മീൻസ് g dash എന്ന് പറയുമ്പോൾ 4g എന്ന് വരും. ശരിയല്ലേ? g dash എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് g കൂടിയാലല്ലേ ഉള്ളൂ ടി കുറയുള്ളൂ. അപ്പോൾ g dash എന്താ? g plus a. g plus a is equal to 4g. എടാ ശരിയല്ലേടാ? g plus a equal to 4g. So 4g minus g is equal to 3g. So answer is option D. Clear? Okay. Question number 41. The equation of a stationary wave is y equal to sin pi x by 3 cos 10 pi t, where x and y are in meters and t is in seconds. The separation between two consecutive nodes. എടാ ഇതിൽ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് കെ എക്സ്. എടാ എക്സിൻ്റെ കൂടുതൽ എപ്പോഴും കെ ആയിരിക്കും. അപ്പോൾ കെ എന്താ? കെ എന്ന് പറഞ്ഞാൽ π/3. കെ എന്ന് പറഞ്ഞാൽ എന്താ? 2π/λ. 2π/λ എത്രയാ? 2π/λ എത്രയാ? π/3. ഇതിൽ നിന്ന് π ക്യാൻസൽ ചെയ്താൽ λ എത്ര വരും? 6 വരും. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്സ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്സ് ഓർ കോൺസിക്യൂട്ടീവ് ആൻറ്റി നോഡ്സ് ഈസ് ആൾവേസ് λ/2. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡ് ആൻഡ് ആൻറ്റി നോഡ് ഈസ് λ/4. പഠിപ്പിച്ചെന്താണ് ഞാൻ? ശരിയല്ലേ? λ/2. സർ λ/2. വാട്ട് ഈസ് ആൻസർ? 6/2. 3. സോ ആൻസർ ഈസ് 3 centimeter. Clear? Question number 42. With the propagation of a longitudinal wave through a metal medium, the quantity which transmitted in the direction of propagation. നോക്ക്, ട്രാൻസ്വേഴ്സ് വേവ് അല്ല, ട്രാവലിംഗ് വേവിൻ്റെ എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. സോ ഇറ്റ് ക്യാരീസ് ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം. രണ്ടും ഉണ്ടാവും. സോ ആൻസർ ഈസ് ഇറ്റ് ക്യാരീസ് ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം. ഓക്കെ, എനർജി മൊമെൻറ്റം, മാസ് എന്തായാലും ക്യാരി ചെയ്യും. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Energy, momentum and mass. Option D. Clear? Okay. Then question number 43. The amplitude of a particle executing SHM is 4 and at mean position the speed of the particle is 16 centimeter per second. The distance of the particle from the mean position at which the speed of the particle become 8√3 centimeter per second will be. നോക്കടാ, SHM ആംപ്ലിറ്റ്യൂഡ് എന്നില്ലേ? അതായത് ആംപ്ലിറ്റ്യൂഡ് എത്രയാ? Amplitude A is equal to 4 centimeter. The mean position speed of the particle. Mean position maximum speed അല്ല ഉണ്ടാവുക. മാക്സിമം സ്പീഡ് A omega. A omegയുടെ വാല്യൂ 16 centimeter per second. ഇതിൽ നിന്ന് ഉറപ്പിച്ചോ ഒമേഗയുടെ വാല്യൂ എത്രയാണ്? എടാ A omegയുടെ വാല്യൂ A 4ഉം A omegയുടെ വാല്യൂ 16 ആണെങ്കിൽ ഒമേഗ ഉറപ്പായിട്ട് 4 അല്ലേ? കറക്റ്റ് അല്ലേ? ക്ലിയർ? 4 radian per second. ഇതായിരിക്കും ഒമേഗ. ഇനി എന്താ കാണാൻ ചോദിച്ച്? The distance of the particle from the mean position at which വെലോസിറ്റിയും ഒമേഗയും തമ്മിലുള്ള ബന്ധം v equal to omega into root of a square minus x square. ഇതല്ല ഇക്വേഷൻ. ഇതിൽ സ്ക്വയർ ചെയ്യും, ഇതിൽ v സ്ക്വയർ വായിക്കും. സോ v സ്ക്വയർ is equal to omega square into a square minus x square. ഇനി പറഞ്ഞോ v സ്ക്വയർ, v എത്രയാ? 8√3 സ്ക്വയർ വേണ്ട, 8√3 എഴുതിക്കോ. വെയിറ്റ്, ഞാൻ 8√3 എടുത്തിട്ട് സ്ക്വയർ ചെയ്യാം. അത് എന്ത് ചെയ്യും? 8√3 ഈക്വൽ ടു ഒമേഗ എത്രയാ? 4 into root of 4 സ്ക്വയർ എത്രയാ? 16 മൈനസ് എക്സ് സ്ക്വയർ. അതിൽ നെക്സ്റ്റ് കാണും. ഇത് 8√3 ആണ്. എടാ ഇതിൽ 4 ഇതും കട്ടാവും. 2√3. ഇനി സ്ക്വയർ ചെയ്തോ. 2√3 സ്ക്വയർ എത്രയാ? 2 സ്ക്വയർ 4. 4 into 3 12. So 12 is equal to 16 minus x square. So x square is equal to 12 minus 16 minus 12 into 4. So x is equal to 2. So answer is 2 centimeter. Option D. Clear? Okay. Okay, then moving to question number 44. The speed of sound in hydrogen at STB is V. The speed of sound in a mixture containing 3 parts of hydrogen and 2 parts of oxygen at STB will be. എടാ PV equal to എന്താടാ? NRT അല്ലേ? PV equal to NRT അല്ലേ? ഇതിനെങ്കിൽ PV equal to എനിക്ക് മാസ് ബൈ വോളിയം എന്ന് എഴുതിക്കൂടെ? നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു RT എഴുതിക്കൂടെ? ഇതിനെങ്കിൽ P equal to rho RT by M എന്ന് എഴുതിക്കൂടെ? എടാ വോളിയം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാസ് വോളിയം എന്താ? ഡെൻസിറ്റി. ഇതിൽ നിന്ന് റോ എന്താന്ന് പറയും? റോ ഈക്വൽ ടു P ഇൻറ്റു M ബൈ R ഇൻറ്റു T. ശരിയല്ലേ? P ഇൻറ്റു M ബൈ R ഇൻറ്റു T.
എടാ ഈ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന അപ്പോൾ എന്താ മോളിക്കുലാർ മാസിനെയാണ്. നോക്ക്, പ്രഷറിന് മോളിക്കുലാർ മാസിനെയാണ്. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ പി ഡെൻസിറ്റിയിൽ നമ്മൾ വെലോസിറ്റിൻ്റെ ഇക്വേഷനിൽ റൂട്ട് പി ബൈ റോ വരുമല്ലോ. അപ്പം ഈ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരൊറ്റ വേരിയബിൾ വരും, മോളിക്കുലാർ മാസ്. അവിടെ മനസ്സിലായോ? സോ വി ഈസ് റോ എന്ന് പറയുമ്പോൾ പി ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√m വരും മോളിക്കുലാർ മാസ്. അവിടെ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ റോ പി ഈക്വൽ ടു പി ഈക്വൽ ടു റോ ആർ ടി ബൈ എം. സോ റോ ഈക്വൽ ടു പി എം ബൈ ആർ ടി. റോ പുട്ട് ചെയ്താൽ പി ബൈ റോയിൽ പുട്ട് ചെയ്താൽ പി എം ബൈ ആർ ടി വരും. ഇത് ശരിക്കും ഇങ്ങനെ വരും. ഇതിലിനി വാല്യൂ പുട്ട് ചെയ്ത് വേണമെങ്കിൽ പി ഈക്വൽ ടു റൂട്ട് പി. ഓക്കെ, സോ ഇറ്റ് ബിക്കം പി ബൈ റോയ്ക്ക് പകരം പി എം ബൈ ആർ ടി. ക്ലിയർ? സോ ആർ ടി ബൈ എം. ഓക്കെ, സോ അത് മോളിക്കുലാർ മാസിൻ്റെ ടൈമിൽ വരും, ആർ ടി ബൈ എം. സോ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ മാസ്. ഓക്കെ, മോളിക്കുലാർ മാസ് നോക്കിയാൽ മതി. സോ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ്. ഫസ്റ്റ് ഹൈഡ്രജൻ്റെ കേസിൽ വി ആണെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, സോ വി രണ്ടാമത്തെ കേസ് V2 ബൈ V1. V1 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ കേസ് റൂട്ട് മോളിക്കുലാർ മാസ് M1 ബൈ M2. ക്ലിയർ? ഓർ ഇറ്റ് ബിക്കം റൂട്ട് ഓഫ് മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ്റെ എത്രയാണ്? 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ മിക്സ്. രണ്ടാമത്തെ മിക്സിങ് ആണ്. മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. 3 പാർട്സ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ 3 പാർട്സ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 2 പ്ലസ് വേറെന്താ? ഓക്സിജൻ 2 പാർട്ട്. ഓക്സിജൻ്റെ ഒരു പാർട്ടിന് എത്രയാണ്? O2 ഒരു പാർട്ട് 16 അല്ലേ? 16 32 ബൈ ടോട്ടൽ 5. നേരെ മുകളിൽ പോകും. സോ ഇറ്റ് ബിക്കം റൂട്ട് 10 ബൈ താഴെ 64ഉം 6ഉം 70. So this get cancelled. So it will go 1/√7. Clear? So V2 become V1 by √7. So answer is option D. Clear? Okay. Okay, fine. So moving to the next question. Question number 45. A metal wire of linear mass density of 9.8 gram per meter is structured with a tension of 10 kilogram weight between two rigid supports 1 meter apart. The wire passes its middle point between the two poles of permanent magnet and it vibrates in resonance with the carrying of alternating current of frequency n. The frequency of n of the alternating current source is. ഓക്കെ, അത് നിങ്ങൾ മറ്റേ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന കേസിൽ ബോത്തൻ്റെ ഫിക്സിൻ്റെ ടൈം ഇതെന്താ ഫ്രീക്വൻസി? F is equal to V/2L. So V/2L is V എന്താ? 1/2L into root of T by mu mass per unit length. വാല്യൂ പുട്ട് ചെയ്തോ? 1/2 into എത്ര ലെങ്ത് ഉണ്ട്? സ്ട്രെച്ചർ വിത്ത് മാസ് ഡെൻസിറ്റി ലെങ്ത് എത്രയാണ്? 1 മീറ്റർ. 1 റൂട്ട് ഓഫ് ടെൻഷൻ എത്രയാണ്? 9.8 gram. സോറി, ടെൻഷൻ 10 കിലോഗ്രാം വെയിറ്റ്. 10 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 10 into 9.8 അത്രയും ന്യൂട്ടൺ ബൈ മ്യൂ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് എത്രയാണ്? 9.8 ഗ്രാമാണ്. ഗ്രാം എന്ന് പറയുമ്പോൾ 10⁻³ പെർ മീറ്റർ ഡിവൈഡ് ബൈ 1. ഓക്കെ, 9.8 പോകും. 10⁻³ മുകളിൽ പോയ 10⁻3. 10⁻3 into 10 10⁻4. 10⁻4ൻ്റെ റൂട്ട് 10 square 100/2. So answer is 50 heads. So answer is 50 heads. Option A. Clear? Okay. അപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കട്ട് ചെയ്തോ?